നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളുടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രോബ്ലത്തിന് ആ ഒരു പ്രൊഡക്റ്റ് സോൾവ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ അറിയോ? ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വിൽക്കാൻ പറ്റുന്നുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരേ ഒരു സ്റ്റോറിയാണ് ഉള്ളത്. ഒരേ ഒരു കാര്യമാണ് ഉള്ളത്. ആ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു. ആ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ലോകത്ത് സെയിൽസ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കോ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ഒന്നുള്ളൂ, അതൊരാളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഒരാളുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണോ? അപ്പം അത് കുറയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണോ? അത് കുറയ്ക്കുക. ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അപ്പം അതെല്ലാ പ്രൊഡക്റ്റിലും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എന്തായാലും ഒരു പ്രോബ്ലം സോൾവിങ് ഉണ്ടാവും. ഈ ഒരു പ്രോബ്ലം സോൾവിങ് എന്തൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നുണ്ട്. ഈ പ്രോബ്ലം സോൾവിങ് നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനും ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ പ്രോബ്ലം സോൾവിങ്. അതേപോലെ തന്നെ നിങ്ങൾക്കും ക്ലാരിറ്റി തരുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റുഡൻസിനും ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. ലോ സൗണ്ട് എന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും സൗണ്ട് ഇഷ്യൂ ഉണ്ടോ? ഇവിടെ ഫുൾ വോളിയാണ്, ഫുൾ സൗണ്ടിലാണ് ഇവിടെ. ആർക്കെങ്കിലും സൗണ്ട് ഇഷ്യൂ ഉണ്ടോ? ഒന്ന് ചാറ്റിലേക്ക് വരാം. ആർക്കെങ്കിലും സൗണ്ട് ഇഷ്യൂ ഉണ്ട്? നോ. ഓക്കെ. ഓക്കെ, ഷാജാൻ സാർ ഓക്കെയാണ്. ഓക്കെ. 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 അപ്പം നിങ്ങളുടെ ആ ഡിവൈസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഒരുപക്ഷെ അതെന്തെങ്കിലും കാരണം കൊണ്ട് അതിലെ സൗണ്ട്. ഓക്കെ, ഓഡിയോ ക്ലിയർ ആണ് സാർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പം ഞാൻ അതായത് എൻ്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് വന്നു, അപ്പം എനിക്ക് ഇതാണ് വിൽക്കാനുള്ളത്, ഇന്ന ആളെയാണ് കാണാനുള്ളത്, ഇതിങ്ങനെയാണ് ആളുകൾ സമീപിക്കേണ്ടത് അല്ലേ? എനിക്കൊരു ഡയറക്ഷനും കിട്ടി, ഒരു ക്ലാരിറ്റിയും കിട്ടി. അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ വന്നാൽ അവർക്കും ഇത് തന്നെയാണ് കിട്ടേണ്ടത്. അവർക്കും ഡയറക്ഷൻ കിട്ടണം, അവർക്കും ക്ലാരിറ്റി കിട്ടണം. അതായത് നിങ്ങളുടെ ആ പ്രോബ്ലത്തിലുള്ള ഡയറക്ഷനും ക്ലാരിറ്റിയും സ്റ്റുഡൻസിനും വേണം, നിങ്ങൾക്കും വേണം. ഓക്കെ. നിങ്ങളും ആക്ഷൻ എടുക്കും. അപ്പോൾ എന്താണ്? നിങ്ങളും ആക്ഷൻ എടുക്കും, നിങ്ങളുടെ സ്റ്റുഡൻസിനും ആക്ഷൻ എടുക്കും. നിങ്ങൾക്ക് ഡയറക്ഷനും ക്ലാരിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റൺ ആണ്, ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഈ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ, ക്ലാരിറ്റി, ആക്ഷൻ, ഇത് മൂന്നാണ് ഉണ്ടാവുക. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റിയോ? അതായത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളത് സെല്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റുഡൻസിനും ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? ഒന്ന് ചാറ്റിലേക്ക് വരുമോ? ഞാൻ മാക്സിമം ശബ്ദം കൂട്ടിയിട്ട് തന്നെ പറയാം കേട്ടോ. ഇനി ആർക്കെങ്കിലും സൗണ്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ. യെസ്, 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 യെസ്. ഓക്കെ, ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് എങ്ങനെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയ പിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലൊരു ഐഡിയ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ആ ഒരു ഐഡിയനെ നമ്മൾ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് മാറ്റാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എന്തെങ്കിലും, ഞാൻ ഇംഗ്ലീഷിന് ട്യൂഷൻ എടുക്കാം, ഞാൻ മാത്സിന് ട്യൂഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐഡിയ, ആ ഒരു ഐഡിയ നിങ്ങളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച്, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമില്ല കേട്ടോ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓൺലൈൻ കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, അതായത് എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? വീഡിയോസ് നിങ്ങൾ ഇപ്പം എല്ലാ ആൾക്കാരുടെ കയ്യിലും ഫോണുണ്ട്. നല്ല അടിപൊളി കിഡിലൻ ക്യാമറ ഉള്ള ഫോണായിരിക്കും എല്ലാ ആൾക്കാരുടെ കയ്യിലുണ്ടാവുക. കാരണം എങ്ങനെയായാലും ഒരു 5000 6000 രൂപ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഫോണിലും നല്ല ക്യാമറയുണ്ട്. അത് വെച്ചിട്ട് എടുത്താൽ മതി. നിങ്ങൾ എന്താ പറയുക, വലിയ സിസ്റ്റം, വലിയ ക്യാമറയോ 2 ലക്ഷത്തിൻ്റെ 3 ലക്ഷത്തിൻ്റെ ക്യാമറയൊന്നും വേണ്ട. സാധാ സിമ്പിളായിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്താൽ മതി. ഓക്കെ. കുറച്ച് വീഡിയോസായിട്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം. LMS പ്ലാറ്റ്ഫോമിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സെയിൽസ് എടുക്കുക. ഈ ഒരു പ്രോസസ്സുള്ളൂ, 3 കാര്യമുള്ളൂ. കുറച്ച് അതിന് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതിന് LMSലേക്ക് അപ്ലോഡ് ചെയ്യുക. LMSൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റായി. ഓക്കെ. ഇവിടെ നിങ്ങൾ എന്താ പറയുക, എനിക്ക്
ആ ഒരു സംഭവമാണല്ലോ ഇതാണല്ലോ ഞാൻ തെറ്റിപ്പോവോ അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. ആ, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല. ഞാൻ ഇപ്പം ഈ ഒരു ബോട്ടിൽ ഞാൻ ഉണ്ടാക്കി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി, ഞാൻ 10 പേർക്ക് ഇത് വിറ്റു. അപ്പം ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ അടിയിലുള്ള കുറച്ച് കാര്യം എന്താ പറയുക, ചെയ്ത സമയത്ത് കുറച്ച് അവിടെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ, ഇവരൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതല്ലേ. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പോയിട്ട് ആ പ്രൊഡക്റ്റ് തിരിച്ചെടുത്തിട്ട് രണ്ടാമത് ഇത് റിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കണം അല്ലേ? ഇല്ലെങ്കിൽ ഭയങ്കര കംപ്ലൈൻറ്റ് വരും അല്ലേ? ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിന് അതിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങളൊരു കോഴ്സ് ബിൽഡ് ചെയ്തു. അതിൽ നിങ്ങൾ നാലാമത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യം തെറ്റായിരുന്നു. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ പറയുന്ന സമയത്തൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളോട് ഒരു ക്ലാസ്സിൽ പറയുന്ന കാര്യം തെറ്റിപ്പോയി. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. അതിനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശരിയായ കാര്യം എന്താണോ അതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 100 ആളുടെയും അടുത്ത് പോയിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് തിരിച്ചെടുത്ത് ഈ റിപ്പയർ ചെയ്യുക അങ്ങനെ ഒരു പരിപാടിയില്ല. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആ റിപ്പയർ അപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രത്യേകത അതാണ്. ഇപ്പം ഞാൻ ഇന്ന് പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഒരു തെറ്റുണ്ടായിരുന്നു, എനിക്കത് തിരുത്താൻ പറ്റും. എനിക്കത് അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞ ഈ ഒരു ഭാഗം തെറ്റിയതാണ്, അപ്പം അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ശരിയായ ഭാഗമെന്ന് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് എൻ്റെ കോഴ്സിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങളെ അറിയിച്ചാൽ മതി. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത അതുകൊണ്ട് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ആരും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കേണ്ട. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ലേറ്റ് ആവേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ആ അറിവും കയ്യിലുള്ള സോഴ്സും വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് ചാറ്റിലേക്ക് വരാം. യെസ്. ഓക്കെ. താങ്ക് യു മൊയ്തി സാർ. താങ്ക് യു. ഓക്കെ. താങ്ക് യു ഷൗക്കത്ത് അലി സാർ. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്തിക്സ് നമ്മൾ പാലിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ടല്ലോ അല്ലേ? ആ ഒരു എത്തിക്സ് പാലിക്കുന്ന സമയത്താണ് നമുക്ക് മാർക്കറ്റിൽ ഏത് സമയത്തും നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക അല്ലേ? നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഇപ്പം ഈ ഒരു പച്ചക്കറി വിൽക്കുന്ന ഒരാൾ, ഈ ആള് എന്താ രാവിലെ ഒറിജിനൽ നല്ല അതിൻ്റെ ശരിയായ വിലക്ക് ആ പ്രൊഡക്റ്റ് ഇങ്ങനെ വിൽക്കും. 2 ദിവസം കഴിഞ്ഞ് ഇത് കേടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളെന്ത് ചെയ്യും? എങ്ങനെങ്കിലും വിറ്റ് പോകണം അല്ലേ? ഇത് ഇല്ലെങ്കിൽ ആളുടെ കയ്യിൽ തന്നെ സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കേടായ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? വില കുറയ്ക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഈ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നടക്കുക. വരുന്ന ആളുകൾ ചോദിക്കും, ആ, കിലോയ്ക്ക് എത്രയാണ്? 50ആണ്. 50നാണ് ഞാൻ ഇന്നലെയും ഇന്നൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും 25-ന് തരുമോ? അപ്പോൾ കൊടുക്കാൻ വേറെ ഇഷ്ടമില്ല. കാരണം എന്താ? ഇത് കേടായി പോകുന്ന സാധനമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പം നാളേക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന പൈസക്ക് കൊടുത്ത് ഒഴിവാക്കുക. ഈ നമ്മുടെ ബിസിനസ്സിൽ എത്തിക്സ് നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആ ഒരു ബിസിനസ് പിന്നീട് നെഗോഷ്യബിളാണ്. വരുന്ന ആൾക്കാർക്കൊക്കെ പറയാൻ പറ്റും, അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ഈ പറയുന്ന പൈസയ്ക്കൊന്നും ഇതില്ല, ആ, ഇത് ഈ പ്രൈസിനാണെങ്കിലേ ഞാൻ എടുക്കുള്ളൂ എന്ന് ആളുകൾ നിങ്ങളോട് പറയാൻ തുടങ്ങും. നിങ്ങൾക്ക് എത്തിക്സ് ഉണ്ട്. ബിസിനസ് എത്തിക്സ് നിങ്ങൾ 100% പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഇതാണ്, ആ, ഇത് പ്രകാരമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. എനിക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റ് കേടായി പോകുന്നില്ല. നമ്മൾ ഒരു പ്രാവശ്യം ബിൽഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് 10 വർഷം വരെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് കേടായി പോകുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ അതിൽ എത്തിക്സ് പാലിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രാക്ടീസൊക്കെ വേണം കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും അറിയാത്തൊരു സബ്ജക്റ്റാണ് എടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കത് കിട്ടില്ല. അതായത് ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കതിൽ പ്രാക്ടീസ് വേണം. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റണം. ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക്
ഫോട്ടോഷോപ്പ് ഞാൻ എനിക്ക് എനിക്ക് ഫോട്ടോഷോപ്പ് അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാനത് പഠിച്ചു. ഞാൻ ഇത്രയും വർക്കുകൾ ചെയ്തു കൊടുത്തു. അപ്പം അതിന് ശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ആ എക്സ്പീരിയൻസ് കൂടി എനിക്കതിൽ ഷെയർ ചെയ്യാൻ പറ്റണം. എനിക്ക് ഭയങ്കരമായിട്ട് തടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര മുട്ടുവേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളും ശ്വാസം മുട്ടും ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ തടി കുറച്ച സമയത്ത് എനിക്ക് ഈ പ്രശ്നമൊക്കെ മാറി. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൂടി അതിൻ്റെ കൂടെ പറയാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെ പറയുന്ന ആ എത്തിക്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? ആ എത്തിക്സ് ഉണ്ടാകുമ്പോൾ വേറൊരാൾ അവിടെ വിലപേശാനോ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊള്ളില്ല എന്നോ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഒരാളും അവിടെ വരില്ല. ഫേക്ക് ആയിട്ടുള്ള പ്രോമിസ് ഒന്നും നമ്മൾ കൊടുക്കരുത്. അതായത് നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും, എന്താണോ കിട്ടുന്ന റിയൽ ആയിട്ട് കിട്ടുന്ന കാര്യം അത് നിങ്ങൾക്ക് പറയാം. ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുത്. ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ ഷോർട്ട് കട്ട്, എല്ലാ ആൾക്കാർക്കും ഷോർട്ട് കട്ട് അല്ലേ വേണ്ടേ? അപ്പം ഇതിന് ഓൾറെഡി നിങ്ങളുടെ ആ ഒരു പാത്ത് ഉണ്ടാവും, അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. വല്ലാത്ത ഷോർട്ട് കട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അവിടെ എത്താൻ പറ്റാത്ത രീതിയിലാവും. സ്റ്റുഡൻസിന് അച്ചീവ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അവരെന്ത് പറയും, ഞാൻ നിങ്ങളെ കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട. നിങ്ങളുടെ ആ ഒരു പാത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ അവരെ കൊണ്ടുപോയാൽ മതി. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന നെഗോഷ്യബിൾ ആണ് ഇവിടെ. ഒരു നോൺ നെഗോഷ്യബിൾ, അതായത് ആളുകൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഈ വിലക്കാണല്ലോ ഞങ്ങൾക്ക് ഇതിന് തരുമോ, അങ്ങനെയുള്ള ഒരു കാര്യത്തിലും അതിൻ്റെ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി, പ്രൈസ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും നോൺ നെഗോഷ്യബിൾ ആയിരിക്കണം. അപ്പോൾ ആ ഒരു എത്തിക്സ് നിങ്ങൾ പാലിക്കുമ്പോഴാണ് ഇത് ഈ ഒരു നെഗോഷ്യബിൾ, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് ആവുന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാല്യൂ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒന്ന് ചാറ്റിലേക്ക് വരുമോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക, അതിനൊരു LMS പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് അത് യൂസ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ ടൂൾസുകളുണ്ട്, പല ടൂൾസുകളുണ്ട്. അപ്പം നിങ്ങൾ ഒരു ടൂൾ അത്, ഒരു ടൂൾ ഇത്, ഒരു ടൂള് വേറൊന്ന്, ഇപ്പം ഇങ്ങനെ പല ടൂൾസുകളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ബേൺ ഔട്ട് ആയി പോകും. ആ ഒരു ടൂൾസിന് മാസത്തിൽ ഇത്ര പൈസ കൊടുക്കണം, ഈ ഒരു ടൂൾസിന് ഇത്ര പൈസ കൊടുക്കണം, അതിന് ഇത്ര പൈസ കൊടുക്കണം. അപ്പം മാക്സിമം ഇതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൾ ഇൻ വൺ സിസ്റ്റം ഉണ്ട്, ഒറ്റ പ്ലാറ്റ്ഫോം. ഞാനൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്, ഒറ്റ പ്ലാറ്റ്ഫോം. അത് മാത്രം മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോയിക്കോളും. അപ്പോൾ ആ രീതിയിലുള്ള സിംഗിൾ സിസ്റ്റമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കുറേ ടൂൾസുകൾ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ബേൺ ഔട്ടായി പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഓൾ ഇൻ വൺ സിസ്റ്റം ഉണ്ട്, അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. ആ, ആ, പിന്നെ എന്താ പറയുക, എനിക്ക് രാത്രി 10 മണി വരെ ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല ക്യാമറ ഇല്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല, ഇങ്ങനെ എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ 100 എക്സ്ക്യൂസ് നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഓക്കെ, നിങ്ങൾ തുടങ്ങാതിരിക്കാനുള്ള എക്സ്ക്യൂസാണിത്. ഈ എക്സ്ക്യൂസൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ തുടങ്ങുന്നു. ഓക്കെ, നിങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കാതെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഒരു 100 കൂട്ടം ബിസിനസ് കോളുകളും അതും ഇതും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ടൂറ് പോവുകയാണ്. ടൂറ് പോകുമ്പോൾ നമുക്ക് ഒരു എൻജോയ്മെൻറ്റ് വേണം അല്ലേ? ഇപ്പോൾ ടൂർ എന്നൊക്കെ പറയുന്നത് എൻജോയ്മെൻറ്റാണ്. പക്ഷെ നിങ്ങൾ ഫോൺ എടുക്കാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ടൂർ ആസ്വദിച്ച് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്താ പറയുക, അത്യാവശ്യം സെയിൽസ് കോളും അതും ഇതും ഒക്കെ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിങ്ങനെ പോകുന്നതിനനുസരിച്ച് അവിടുന്ന് കോൾ വരുന്നു, ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നിങ്ങൾ സാധാ ദിവസം എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ചെയ്യാനേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ദിവസം ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളുടെ ആ ഒരു എൻജോയ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ കുറേ ഉണ്ടാവും. എനിക്കതില്ല, ഇതില്ല, അത് വേണം, ആ സമയമില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ എക്സിക്യൂഷൻ ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു സമയം കണ്ടെത്തി നാളെ രാവിലെ എനിക്കൊരു 10 ക്ലാസ് റെക്കോർഡ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ 10 ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്ട്, ഇപ്പോൾ ഇവിടെ ടൈമില്ല, കോൺഫിഡൻ്റ് ഇല്ല, അല്ലെങ്കിൽ സാധനമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പിറകോട്ട് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും ഒരിക്കലും ലോഞ്ച് ആവാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എപ്പോഴാണോ ഈ എക്സ്ക്യൂസുകൾ ഒഴിവാക്കിയിട്ട് എക്സിക്യൂഷൻ ചെയ്യുന്നത്, അന്നേ നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് റിലീസ് ആവുന്നുള്ളൂ. കാരണം എനിക്ക് എക്സ്ക്യൂസ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ, അത്രയും ഉണ്ട്. എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ കുടുംബമാണ്, എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ജോലിയാണ് എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉറക്കമൊഴിയും, 2 മണി 3 മണി വരെ ഉറക്കമൊഴിഞ്ഞിട്ട് എഴുതും, ഓരോ ക്ലാസ്സിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരുന്ന്. അപ്പോൾ അത്രയും എനിക്ക് ആ സമയത്ത് എനിക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ്, കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ ഒന്നിനും എൻ്റെ ഒറ്റ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മസ്റ്റായിട്ടുള്ള ലക്ഷ്യം ഇതായിട്ട് കണ്ടിട്ട് നിങ്ങൾ എക്സ്ക്യൂസ് പറയാതെ നിങ്ങൾ ചെയ്യുക. അപ്പോഴാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? നിങ്ങളെ ഇൻട്രാഷൻ എന്താ പറയുക, എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ച് പോകുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനൊരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ പറയുന്നുണ്ടാവും, നിങ്ങളുടെ മൈൻഡൊക്കെ വേറൊരു സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ, നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഫസ്റ്റ്. നമുക്ക് കംപ്ലൈൻറ്റ് ഒരുപാട് വരും. നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലാണ് കംപ്ലൈൻറ്റ് വരിക. ആ കംപ്ലൈൻറ്റ് വരുന്നതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കംപ്ലൈൻറ്റ് വരണം. അപ്പം അത് എന്താ പറയുക, എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകളെടുത്ത് വീണ്ടും കാണുക, നിങ്ങൾ ടാസ്കുകൾ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, സെയിൽസ് ട്രൈ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ആ കംപ്ലയിൻറ്റ്സിനൊക്കെ ഒരു പരിഹാരം, അതിൻ്റെ ഒരു മറുവശമുണ്ട് അല്ലേ? ഒരു കോയിനിന് രണ്ട് വശമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള വേറൊരു വശമുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ, ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ആവുന്നില്ല, ഇത് ഓപ്പൺ ആവുന്നില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. ടാസ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു, ഇതില്ലായിരുന്നു, അതില്ലായിരുന്നു പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. സെയിൽസ് എടുക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഒരു മറുപുറമുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇത് ഞാൻ ചെയ്തിരിക്കും, എന്ത് വന്നാലും പ്രശ്നമില്ല, ഇത് ഞാൻ ചെയ്തിരിക്കും. നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ട്രെയിനേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരേ ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സാധാ കമ്മ്യൂണിക്കേഷൻ അല്ല, വീഡിയോയിൽ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എൻ്റെ വീട്ടിൽ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. എൻ്റെ കമ്മ്യൂണിക്കേഷൻ എൻ്റെ മുന്നിൽ ഉള്ള ആ ഒരു ക്യാമറേനോടാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ക്യാമറയെ അറിഞ്ഞ് ക്യാമറയെ ഇഷ്ടപ്പെട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് പ്രാക്ടീസ് ചെയ്യുക എനിക്ക് ചെയ്യാനുള്ളത്. മറ്റുള്ളതിനൊക്കെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് എനിക്ക് കുറച്ച് ക്ലാസ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല. എനിക്ക് എന്ത് ചെയ്യാം, ഞാനത് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, അത് പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിക്കാം. എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിക്കാം. എല്ലാത്തിനും ഒരു ഓപ്ഷൻ വേറെയുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യേണ്ട സ്കില്ല്. അപ്പം ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല, ഇതിന് നിങ്ങൾ തന്നെ വേണം. നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തന്നെ ഇതേപോലെ വന്ന് ക്ലാസ് എടുത്ത് കൊടുക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള സ്കില്ല് എന്ന് പറയുന്നത് വീഡിയോയിൽ വന്നിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 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 താങ്ക് യു, താങ്ക് യു.
ഇനി അടുത്ത് നമുക്കിവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം സപ്പോർട്ട് സിസ്റ്റമാണ്. അതായത് ബാക്ക് എൻഡിൽ ഒരു നമ്മുടെ ഈ LMS എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സപ്പോർട്ട് ടീം, അവരുടെ ഡെവലപ്പേഴ്സ് ടെക്നിക്കൽ ടീമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അത് 10 മണി മുതൽ 5 മണി വരെയാണ്. അത് സൺഡേ അതുപോലെ തന്നെ ശനിയും ഞായറും ഒഴിവാണ് അവരുടെ ടീം. ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാ സർവീസും അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് വേണം അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. ട്രെയിനേഴ്സ് ആൻഡ് കോച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർ എന്താ പറയുക പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്ന അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു ടീമാണ് അവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാനൊരു ഫോം ഇതിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ചാറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്ലാസ് കണ്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കത് ഈ ഫോം ഫില്ല് ചെയ്തിടാം. ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് അതിൽ പറയാം കേട്ടോ. വാട്ട് മീൻഡ് ബൈ LMS എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുന്ന പ്ലാറ്റ്ഫോമാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. ഈ LMS എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിന് മാത്രമേ ഉള്ളൂ ഒരു കോംപ്ലിക്കേഷൻ. നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്കായതുകൊണ്ടുള്ള പ്രശ്നമാണ്. ബാക്കി ചെയ്യാനൊക്കെ സിമ്പിളാണ്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യില്ല, അതേപോലെ തന്നെ അതിൻ്റെ ക്യാപ്ഷൻ എഴുതുക, ആ ഒരു വീഡിയോസ് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒക്കെ സിമ്പിളാണ്. ഒക്കെ നമുക്ക് നിങ്ങളുടെ കോഴ്സിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ. നിങ്ങൾ ഇതുവരെ ക്ലാസ് കണ്ടതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഇതൊന്ന് ഫോം ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പം ഒരു 2 മിനിറ്റ് ആ ഒരു ഫോമിന് ടൈം വെക്കുന്നുണ്ട്. അപ്പം ഫോം ഫില്ല് ചെയ്ത ആൾക്കാർ ഒന്ന് ഡൺ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇത് ആ, ഈ ഒരു ഫോം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഉള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി, ഇല്ലാത്ത ആൾക്കാർ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉള്ള ആൾക്കാർ ക്വസ്റ്റ്യൻസ് അവിടെ എഴുതാം, ഇല്ലാത്ത ആൾക്കാർ ഇല്ലയെന്ന് എഴുതിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് ഫില്ല് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഇനി ഫില്ല് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടി ടൈം തരുന്നുണ്ടാവും. ലാസ്റ്റ് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം കേട്ടോ. ഓക്കെ. ഓക്കെ. നമുക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഇപ്പം ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് കോഡ് ഓഫ് ഓണറാണ്. അതായത് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പാലിക്കേണ്ട നിങ്ങളുടെ കോഡ് ഓഫ് ഓണറാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നാളെ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി, ഇതേപോലെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിലൊരു കോഡ് ഓഫ് ഓണർ വേണം. അപ്പം അതിലുള്ള ആളുകൾ പാലിക്കേണ്ട കോഡ് ഓഫ് ഓണർ.
അപ്പം ആ കോഡ് ഓഫ് ഓണർ പാലിക്കുമ്പോഴാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുക. ഇതേപോലെ ഒരു കോഡ് ഓഫ് ഓണർ നിങ്ങൾക്കും ആവശ്യമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് നിങ്ങൾ ഒന്ന് ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്, രണ്ട് ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്, മൂന്ന് ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പം അല്ലേ, നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് അവർ ചെയ്യേണ്ടത്, അപ്പം അതിനെയൊക്കെ ആ, വെച്ചിട്ടുള്ള ഒരു കോഡ് ഓഫ് ഓണറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്, ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് എല്ലാവരുടെയും എടുക്കുന്നുണ്ടാവേ. എല്ലാവരുടെയും ഞാൻ എടുക്കുന്നുണ്ടാവും. ഓക്കെ, ചാറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇതാവും, അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ, നമുക്ക് റെഗുലർ ആയിട്ടുള്ള ക്ലാസ് നടക്കുന്ന എല്ലാ സാറ്റർഡേ ശനിയാഴ്ചയും രാത്രി 9 മണിക്കാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. നമ്മുടെ മെയിൻ ക്ലാസ് എന്ന് പറയുന്നത് ശനിയാഴ്ച രാ ശനിയാഴ്ച രാത്രി 9 മണിക്കാണ് നമ്മുടെ മെയിൻ ക്ലാസ് ഉണ്ടാവുക. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. ടൂൾസുകളെക്കുറിച്ച് നിങ്ങളെ വിശദമായിട്ട് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ് ഈ ഒരു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് ടൂൾസുകളുണ്ട്. അപ്പോൾ ആ ടൂൾസുകൾ കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുധനാഴ്ചത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നുണ്ടാവും. അപ്പം കുറേ ടൂളുണ്ട്, അപ്പോൾ എല്ലാ ടൂളും ഇന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ചില ടൂളുകൾ നിങ്ങളെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ കൃത്യമായിട്ട് അതിൻ്റെ A to Z കാര്യങ്ങൾ, അതിൻ്റെ ഏതൊക്കെ കാര്യമാണോ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ ടൂൾസ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, ഇതിൻ്റെ റെക്കോർഡ് വീണ്ടും കണ്ടിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയും കൂടി വേണം. ഓക്കെ, ടൂൾസാണ്. ടൂൾസിൻ്റെ പ്രത്യേകത അതായത് കേൾക്കുക മാത്രമല്ല, ഇതിന് പ്രാക്ടീസ് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ, വേറൊരു സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ. അപ്പം നമുക്ക് ഒരു ഓൺലൈനിൽ ഒരു ക്ലാസ് എടുക്കുന്ന ആളിന് 2 മോഡൽ ക്ലാസ്സുകളാണ് വരുന്നത്. ഓക്കെ, അത് ആരായാലും, ഞാനായാലും നിങ്ങളായാലും ഒക്കെ 2 മോഡൽ ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് പ്രീ റെക്കോർഡഡ് കോഴ്സ്, രണ്ടാമത്തത് ലൈവ് ക്ലാസ്. ഇത് രണ്ടുമാണ് നമുക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ലൈവ് കൊടുത്താൽ, നിങ്ങൾ ട്യൂഷൻ എടുക്കുകയാണ്, ഇംഗ്ലീഷ് എങ്ങനെ എഴുതാം, നന്നായിട്ട് എഴുതാം അല്ലേ, കയ്യക്ഷരം നന്നാക്കുന്ന ട്യൂഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഇന്ന് വന്ന് ലൈവിൽ വന്ന് കൊടുത്താലും ശരി, അതിൻ്റെ റെക്കോർഡ് നിങ്ങൾ സ്റ്റുഡൻറ്റിന് കൊടുക്കണം അല്ലേ. റെക്കോർഡഡ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം. അത് നിർബന്ധമാണ്. ഇപ്പോൾ ഓൺലൈനിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമയവും നിങ്ങളുടെ സമയവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് അവർക്ക് ഒഴിവില്ല എങ്കിൽ ആ ഒരു കോഴ്സ് കൊണ്ട് അവർക്കൊരു ഗുണമില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ, അവർക്ക് ഒഴിവുള്ള സമയത്ത് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾ കൊടുക്കുന്നത്, ആ ഒരു കോഴ്സ് നിങ്ങൾ കൊടുക്കുന്നത്. രണ്ടാമത് ലൈവ് ക്ലാസ്സുകളാണ്. ഇത് രണ്ടും ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് മോഡലാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? നമ്മുടെ ക്ലാസ്സുകളിൽ, അതായത് എൻ്റെയോ നിങ്ങളുടെയോ ക്ലാസ്സുകളിൽ 2 കാര്യമാണ് ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കും, ലൈവായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാവും. രണ്ടാമത് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളും നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? മനസ്സിലാക്കാൻ പറ്റിയോ? യെസ്, യെസ്. ഓക്കെ, താങ്ക് യു ഷാജി സാർ. ഷജിൽ, യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി പ്രീ റെക്കോർഡഡ് കോഴ്സിന് മെയിൻ ആയിട്ടുള്ള ടൂള് നിങ്ങൾക്ക് എന്താ പറയുക, ഇത് ടൂൾസ് 2 രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് ആ, ആ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സാധാരണക്കാരൻ ഒരു രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ച്, ഇല്ലേ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സാധാരണക്കാരൻ്റെ ലൈഫും നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഇവർ രണ്ടാളും ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ.
ഒരാൾ രാവിലെ മുതൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നു. വേറെ ആൾ എന്തെങ്കിലും ബിസിനസ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ, പൈസ ഉണ്ടാക്കുന്നു. നല്ല അടിച്ചുപൊളിയായിട്ട് അല്ലേ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു അല്ലേ, ഈ രീതിയിൽ. ഇപ്പോൾ വേറൊരാൾ, അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഒരുപാട് ടൂൾസുകളൊക്കെ ഉണ്ട്. ആ ടൂൾസിൻ്റെ എല്ലാ പിന്നെ ഇതൊക്കെ കൊടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ കൊടുത്തിട്ട് വലിയ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഏ, ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് റൺ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റാൻഡേർഡായ രീതിയിൽ തന്നെ നിങ്ങൾക്കത് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൂളും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗവും, മെയിൻ ടൂളും മെയിൻ ആയിട്ടുള്ള ഉപയോഗവും മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നമുക്കൊരു മിനിമം സെറ്റപ്പാണ് നമ്മൾ പറയുന്നത്. മിനിമം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഏത് റെക്കോർഡ്, നിങ്ങൾ റെക്കോർഡായിട്ട് ഒരു ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മിനിമം സെറ്റപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിങ് ചെയ്യണം. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് സൂം എന്ന് പറയുന്ന ആപ്പോ അല്ലെങ്കിൽ OBS സ്റ്റുഡിയോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ നിർബന്ധമാണ്. സൂം അല്ലെങ്കിൽ OBS, ഇത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ നിർബന്ധമാണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക, പ്രാക്ടീസ് ചെയ്യലും നിർബന്ധമാണ്. സൂമും അതേപോലെ തന്നെ OBS ഇല്ലെങ്കിലും കുഴപ്പമില്ല, സൂം നിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തു, നമ്മൾ ഒരു 10 ക്ലാസ് റെക്കോർഡ് ചെയ്തു. ഓക്കെ, സൂമോ അല്ലെങ്കിൽ OBS ഉപയോഗിച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തു. ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യണം, നമുക്ക് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ Video.io എന്ന് പറയുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ഫോണിലൊക്കെ ആണെങ്കിൽ VN പോലെയുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ക്യാൻവ, ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ ഉപയോഗിച്ചും ചെയ്യാം. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടൂള് നിങ്ങളുടെ കയ്യിൽ വേണം. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും ടൂള് നിങ്ങൾക്ക് ഉപയോഗിച്ചാലും മതി. ഇനി നിങ്ങൾക്ക് പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഡാവിഞ്ചി ഇതേപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യാൻ അറിയാം, ഒരു കുഴപ്പമില്ല, അത് തന്നെ യൂസ് ചെയ്യാം. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന Video.io എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. VN വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ക്യാൻവയിലാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരെണ്ണം മതി നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തു, വീഡിയോ എഡിറ്റ് ചെയ്തു. ഇനി ഈ വീഡിയോനെ ഹോസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലം വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള LMS പ്ലാറ്റ്ഫോം. അതായത് ഈ വീഡിയോനെ നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. ആ സ്ഥലത്ത് ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതായത് നാളെ വരുന്ന ആളുകൾക്കും അടുത്ത കൊല്ലം വരുന്ന ആളുകൾക്കും അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാണണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. അതാണ് LMS എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണം. അതായത് ഇവിടെ നിങ്ങളുടെ പേരിലുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുള്ള പ്ലാറ്റ്ഫോം, അതായത് ഹീലിംഗ്, ഇന്ന ഹീലിംഗ് അല്ലെങ്കിൽ ഇന്ന അക്യൂപഞ്ചർ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമല്ലോ അതിൻ്റെ ക്ലാസ്സുകൾ. അപ്പം അതിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ചെയ്യണം. അതാണ് LMS എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തു, വീഡിയോനെ എഡിറ്റ് ചെയ്തു, വീഡിയോനെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പം ഇതിനൊക്കെയുള്ള ടൂളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് പേയ്മെൻറ്റ്, പൈസ വാങ്ങണമല്ലോ. ഈ പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ പൈസ വാങ്ങണം. അപ്പം നമ്മളെ കയ്യിൽ UPI വേണം. UPI എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ വേണം, എങ്കിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് റേസർ പേ അല്ലെങ്കിൽ ഇൻസ്റ്റാമോജോ എന്നൊക്കെ പറയുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന സാധനം. പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഒരാൾ ബാങ്ക് വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക, വേറൊരാൾ ഗൂഗിൾ പേ വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക, വേറൊരാൾ ഫോൺ പേ വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തൂടെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന സാധനം നിങ്ങളൊരു ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അവരുടെ അടുത്തുള്ളത് അവരുടെ ബാങ്കാണ്, ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് അതിൽ നിന്ന് തന്നെ വേറെ അങ്ങോട്ടും പോകാതെ നേരെ ബാങ്ക് ചൂസ് ചെയ്യുന്നു, ഫെഡറൽ ബാങ്ക് എടുക്കുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. അറ്റ് ദ ടൈം, സെയിം ടൈം തന്നെ അതേ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വേറൊരാൾ അവരുടെ ഗൂഗിൾ പേയിൽ പോകുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ വേറൊരാൾ അവരുടെ ഫോൺ പേയിൽ പോകുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ എല്ലാ പേയ്മെൻറ്റുകളും ഒരു സ്ഥലത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ UPI ID, നിങ്ങൾക്കൊരു ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ
അവരോട് നമ്പർ പറഞ്ഞിട്ട് വാങ്ങിക്കുകയും എന്നിട്ട് നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. റേസർ പേ പോലുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ ആവുന്ന സമയത്ത് അവർ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരെ കോഴ്സിൻ്റെ ആക്സസ് ഒക്കെ വാട്സപ്പിൽ അങ്ങനെയൊക്കെ പോകാനുള്ള സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് ചെയ്തു വെക്കാം. അപ്പം ഒരു പേയ്മെൻറ്റ് ടൂള് കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അതിനൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു, എന്നിട്ട് പൈസ വാങ്ങിക്കുന്നു, വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ വാങ്ങിക്കുന്നു. അപ്പോൾ ഇത്രയും ടൂളുകൾ മസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയോ? ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടൂളുകൾ. ഒന്ന് ചാറ്റിലേക്ക് വരുമോ? യെസ് 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 യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സ്റ്റുഡൻസിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ ആവശ്യമാണ്. അതായത് നിങ്ങൾ കോഴ്സ് കിട്ടിയോ, നിങ്ങൾക്ക് ഓക്കെ ആണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളുടെ ക്ലാസ്, ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം കൂടി ആവശ്യമാണ്. രണ്ട് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒന്ന് വാട്സപ്പ്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ടെലിഗ്രാം. ഈ രണ്ട് പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഓക്കെ, നിങ്ങൾ വാട്സപ്പിൽ നമ്മുടെ ഇതിലെ വാട്സപ്പിൽ നിങ്ങൾ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ അയച്ചു തരാം കേട്ടോ. ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാൻ ടെലിഗ്രാം യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ എനിക്കതില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ നിർബന്ധമാണ്. ഓക്കെ, ഞാൻ ചാറ്റിലേക്ക് ഇട്ടിട്ടുണ്ടേ. ടെലിഗ്രാം ചാനലിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യണം. അതെന്തുകൊണ്ടാണെന്നറിയോ? വാട്സപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് പണി മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാക്കപ്പ് വേണം. നിങ്ങളുടെ സ്റ്റുഡൻസിന് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക്, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. വാട്സപ്പ് എന്തെങ്കിലും കാരണവശാൽ പണി മുടക്കി, വാട്സപ്പ് ബ്ലോക്കായി, നിങ്ങളുടെ നമ്പർ ബാനായി, ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഏത് സമയത്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നിങ്ങൾക്കൊരു ബാക്കപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം പോലുള്ള ചാനലുകൾ ആവശ്യമാണ്. ഇത് നിങ്ങളുടെ അപ്ഡേഷൻ അറിയിക്കാനുള്ള ടെലിഗ്രാം ചാനലാണ്. നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ അറിയിക്കാനുള്ള ടെലിഗ്രാം ചാനൽ. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും ജോയിൻ ആവണേ. ജോയിൻ ആവാത്ത ആൾക്കാർ ഞാനത് ചാറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം, യെസ് പബ്ലിക്, ഇത് പബ്ലിക് ഗ്രൂപ്പാണ്. പബ്ലിക്കായിട്ട് തന്നെ പബ്ലിക് ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി പ്രൈവറ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടെ ഞാനത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇതെന്താണെന്നറിയോ? ടെലിഗ്രാം, അപ്പം ഇപ്പം ഇന്ന് ജോയിൻ ചെയ്ത ഒരാൾ അവരുടെ കമ്മിറ്റ്മെൻ്റ് അറിയിച്ചു, അവരുടെ എന്തെങ്കിലും ഒരു കാര്യം അറിയിച്ചു, ആ, അതേപോലെ തന്നെ ആ കാര്യം 2 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്കും അത് കാണാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തു. അപ്പം അത് വാട്സപ്പിലാണെങ്കിൽ ഇതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് ആ കാര്യം കാണാൻ പറ്റില്ല. പക്ഷേ അതേ സ്ഥാനത്ത് പുതിയ ആൾക്കാർക്കൊക്കെ എപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ടെലിഗ്രാമിൽ ആ കാര്യം കാണാൻ പറ്റും. ടെലിഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ബാക്കപ്പാണ്, കമ്മ്യൂണിക്കേഷൻ ബാക്കപ്പാണ്. അപ്പം അത് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. യെസ്, നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യണേ. ജോയിൻ ചെയ്യണം. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്കാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇതാണ് നിങ്ങൾക്ക് ഒരു പ്രീ റെക്കോർഡഡ് കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇതിൽ എല്ലാ ടൂളും വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ എല്ലാ ടൂളും ഒന്നിനൊന്ന് വിടാതെ അതിൻ്റെ എല്ലാ ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായോ? യെസ്, ഇനി ലൈവ് ക്ലാസ് നമ്മൾ പോകണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര റെക്കോർഡഡ് ക്ലാസ് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കൊടുക്കാനുണ്ടാവും. റെക്കോർഡ് ലൈവ് കൊടുക്കേണ്ടാത്ത കാര്യങ്ങളുമുണ്ട്, ലൈവ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാ ക്ലാസ്സിനും നിങ്ങൾ ലൈവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ
ഇപ്പം എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് ഈ 499 കോഴ്സ് ചെയ്യുന്ന അവരൊന്നും ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല. അവരുടെ ആ ഒരു കണ്ടൻറ്റിൽ പറഞ്ഞിട്ടുള്ള ആ ക്ലാസ് അത് റെക്കോർഡ് ക്ലാസ് കൊടുക്കും. നിങ്ങളത് പഠിച്ചാലില്ല, പഠിച്ചിട്ടില്ലെങ്കിലില്ല. അവർക്ക് വേറെ അതായത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടും. നിങ്ങൾ കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് ലൈവ് ക്ലാസ് കിട്ടുക. അതായത് അവരുടെ വേറെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്താണ് അതിലാണ് ലൈവ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത്തരത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ലൈവ് കൊടുക്കേണ്ട സ്ഥലമുണ്ട്, കൊടുക്കേണ്ടതല്ലാത്ത സ്ഥലമുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ലൈവ് കൊടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ സിമ്പിളും എല്ലാ ഓപ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും ഉള്ള ഒരു സ്ഥലം സൂമാണ്. നമുക്ക് ഈ ലൈവ് പ്ലാറ്റ്ഫോമുകൾ കുറേ ഉണ്ട് കേട്ടോ. അതായത് ആ, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ മീറ്റ്. അതായത് ലൈവായിട്ട് ലൈവ് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ മീറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനൊക്കെ ചില പരിധികൾ അതിനൊക്കെ ഉണ്ട്. ഇപ്പം സൂമിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സൂമിൽ കിട്ടുന്നത്. അപ്പം അതുകൊണ്ടാണ് സൂം യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ സൂം ആണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ. ഇനി നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ കൊടുക്കേണ്ടി വരും, പ്രസൻറ്റേഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾ പറയുന്ന സമയത്ത് ആ, ഒന്നാമത്തെ കാര്യം ഇതാണ്, രണ്ടാമത്തെ കാര്യം ഇതാണ്, മൂന്നാമത്തെ കാര്യം ഇതാണ്, അല്ലേ? ഒരു കുഞ്ഞു പ്രസൻറ്റേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ളൊരു ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കതിൽ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇല്ല എന്നാണെങ്കിൽ ഇതേപോലെ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മൈൻഡ് നോഡ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അപ്പം എനിക്കിങ്ങനെ പറയാം, ഒന്നാമത്തെ കാര്യം, ആ, ഒന്നാമത്തെ പോയിൻ്റ് പോയിൻ്റ് ഇന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് അത് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ സെക്കൻഡ് പോയിൻ്റ് ഇതേപോലെ എനിക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഞാൻ യൂസ് ചെയ്യുന്നത് മൈൻഡ് നോഡാണ്. അപ്പോൾ ഇതേപോലത്തെ ടൂളുകളുണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ക്യാൻവ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് മൈൻഡ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ നോക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ക്യാൻവയും നമ്മൾ നോക്കുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് റെക്കോർഡിംഗ് ടൂൾ വേണം കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾക്ക് സൂമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ഇതേപോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അഡീഷണലി അതിനൊരു നിങ്ങളുടെ സിസ്റ്റം, അതായത് കമ്പ്യൂട്ടറിൽ കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് അതിന് ആവശ്യം. അതേപോലെ തന്നെ ഒ ബി എസിലും നിങ്ങൾക്ക് റെക്കോർഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊരു ക്യാമറ ഒക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒ ബി എസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ലാപ്ടോപ്പിലൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സൂം തന്നെ ധാരാളമാണ്, ഒ ബി എസ് വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാമറയൊക്കെ ഉണ്ട്, അതിനെയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒ ബി എസ് കൂടി നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതും നമ്മൾ ഇതിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ലൈവ് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂളാണ് ഞാൻ പറഞ്ഞത്. സൂമാണ് ഒന്ന് വേണ്ടത്. അത് നമുക്ക് പ്ലാറ്റ്ഫോം ഇതേപോലെ ലൈവ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാൻവ നമുക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യാൻവക്ക് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈനോഡ് യൂസ് ചെയ്യാം. അത് മറ്റൊരു ടൂളാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഇങ്ങനെ ചില്ലകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഓരോ 1 2 3 അങ്ങനെ കാണിക്കാൻ പറ്റുന്നതാണ് അത്. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ടൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ റെക്കോർഡിങ് സൂമിൽ നടക്കും, അതേപോലെ തന്നെ ഒ ബി എസിലും റെക്കോർഡിങ് നടക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പം ഈ രണ്ട് സംഭവം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഒന്ന് ചാറ്റിലേക്ക് വരിക, നമുക്ക് ടൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതിൻ്റെ. ഷാജി സാറേ, ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കാണ് ഇട്ടിട്ടുള്ളത്. അത് നമ്മുടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഇതിലേക്കും അയച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടിയും ഇവിടെ താഴെ അത് അപ്ഡേറ്റ് ചെയ്യാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. അപ്പോൾ ആ ടൂളിൻ്റെ പേരെന്തായിരുന്നു എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ലൈവായിട്ടുള്ള ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ.
യെസ്. ഗ്രിഷ സൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഷാജിൽ സൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുൽഫിക്കർ സാർ എൽ എം എസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അഗ്നേയ സൂം പറഞ്ഞിട്ടുണ്ട്. ശശി സാറ് സൂം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എനിക്ക് സാറ. ഓക്കെ. സൂം പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് സൂം പറഞ്ഞിട്ടുണ്ട്. ഷിയോമി സൂം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദിവ്യ സൂം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഷൗക്കത്ത് അലി സൂം ഒ ബി എസ് ക്യാൻവ. ഓക്കെ. രാജേഷ് കുമാർ സാർ സൂം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദിവ്യ ക്യാൻവ. ഓക്കെ. ഒ ബി എസ് എൽ എം എസ് സൂം വീട്. ഓക്കെ. 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 കുറേ ആൾക്കാർ റൈറ്റ് ആയിട്ടുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം കേട്ടോ. ഇതിൽ നമുക്ക് ഇത് രണ്ടിലും ഉൾപ്പെടുന്ന മെയിൻ ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് അത് സൂം തന്നെയാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഈ സൂമിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയട്ടെ. കോവിഡിന് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബൂം ചെയ്ത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ബൂം ചെയ്ത് റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു മേഖല ആ, ആ, അതായത് ഈ ഫ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആ, കാര്യങ്ങളായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ബൂം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ മുകളിൽ ഉണ്ടായിരുന്നത്, ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റിലേക്ക് വന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൂം എന്ന് പറയുന്നത്. കോവിഡിന് മുമ്പ് ഈ സൂം ഒന്നും വലിയ പ്രാബല്യത്തിൽ വന്നിട്ടില്ലായിരുന്നു. പല ആൾക്കാർക്കും അറിയ പോലും ഇല്ലായിരുന്നു ഈ സൂം എന്ന് പറയുന്നത്. ഈ കോവിഡിന് ശേഷമാണ് സൂം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം പെട്ടെന്ന് ബൂമായത്. അത്രയും ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതേപോലെ അറിവ് ഷെയർ ചെയ്യുന്ന, ക്ലാസ്സുകൾ എടുക്കുന്ന, ഓൺലൈനായി ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളാണ് ഈ ഒരു സൂം യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇപ്പം കോവിഡിന് ശേഷം കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു സൂം പർച്ചേസ് ചെയ്തത്. സൂം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്. സൂം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് കുട്ടികൾക്കും, കൊച്ചു കുട്ടികൾക്ക് വരെ ഇതിന് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ എന്താ പറയുക, ഈ ഇതൊക്കെ യൂസ് ചെയ്ത് സൂമൊക്കെ ഫസ്റ്റ് എടുക്കുന്നു യൂസ് ചെയ്യുന്നൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ? ഒന്ന് ചാറ്റിലേക്ക് വരുമോ? അല്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ അല്ലേ സൂം? അങ്ങനെ ആയിട്ടല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? യെസ്. സൂമും ക്യാൻവയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, എൻ്റെ സ്ക്രീൻ ഷെയർ. സൂം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മളെപ്പോലെയുള്ള ബിസിനസ് സോറി കോച്ചേഴ്സ് ആൻഡ് ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻസ് പോസിബിൾ ആണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് നിങ്ങളോട് പറയാണ് യോഗ ചെയ്യേണ്ട ഇങ്ങനെയാണ്, അതിൻ്റെ ആ മുദ്രയൊക്കെ എനിക്ക് ഇതേപോലെ ഇരുന്ന് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും പറ്റും. നിങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെ എടുക്കൂ, ശ്വാസം മുകളിലേക്ക് എടുക്കൂ, എനിക്കിങ്ങനെ ലൈവായിട്ട് നിങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റും. സൂം ലൈവ് ഇൻട്രാക്ഷൻ ഏറ്റവും കൂടുതൽ സാധ്യമാവുന്ന ഒരു സ്പേസാണ്. അതേപോലെ തന്നെ ഡൗട്ട് എനിക്ക് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് പോസിബിളാണ്. എനിക്കിങ്ങനെ പറയാം, ഇങ്ങോട്ട് ഇതാണ് ചെയ്യേണ്ടത്, വിരലിങ്ങനെയാണ് വെക്കേണ്ടത്, കൈ ഇങ്ങനെയാണ് വെക്കേണ്ടത്, ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കാം, ടൈലറിങ് പഠിപ്പിക്കാം, ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ സൂമിൽ
പോസിബിളാണ്. ലൈവായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇതിൽ പോസിബിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ പറ്റും. സ്ലൈഡുകൾ, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡെമോ, സോഫ്റ്റ്വെയർസ് ട്രെയിനിങ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എന്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സൂമിലൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യാം. മിസ്സായി കഴിഞ്ഞ ആൾക്കാർക്ക് എന്താ പറയുക കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെ റെക്കോർഡ് കോഴ്സായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സൂമിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ സൂം ഓപ്പൺ ചെയ്യുന്നു, ഒന്നാമത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്, മൂന്നാമത്തെ, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കോഴ്സിന് വേണ്ടിയിട്ട്, റെക്കോർഡ് കോഴ്സിന് വേണ്ടിയിട്ടും സൂം ഉപയോഗിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചാറ്റ് ഓപ്ഷൻ, Q&A ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. ഹാൻഡ് റൈസ് ചെയ്യാം, ആളുകളുടെ റിയാക്ഷൻ, ഡയറക്റ്റ് റിയാക്ഷനൊക്കെ അറിയിക്കാൻ വേണ്ടി പറ്റും. ബ്രേക്ക് ഔട്ട് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രൂപ്പായിട്ടുള്ള പല ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് റൂമിൽ കൊടുക്കാം. പിന്നെ പ്രാക്ടീസിങ് സെഷൻ നിങ്ങൾക്ക് അതിൽ വെക്കാം. ഡിസ്കഷൻ, പല അങ്ങനത്തെ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് റൂമിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഹൈ കൺവേർഷൻ, സെയിൽസിൽ ഹൈ കൺവേർഷൻ കിട്ടുന്ന ടൂൾ കൂടിയാണ്. വെബിനാർസ് നടത്താം, ലൈവായിട്ടുള്ള ഡെമോ കൊടുക്കാം, കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, വെബിനാറൊക്കെ നടത്തിയിട്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് സൂം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സോറി, ഇനി നമ്മൾ ഇതിൻ്റെ ഓവറോൾ ബെനിഫിറ്റാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി, അത് ഞാൻ സ്പീഡ് പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, നമ്മളൊരു സൂം ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണോ അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം, അതിൻ്റെ ആ ബെനിഫിറ്റൊക്കെ ഒന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് അതായത് ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ട്. ആ ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശനിയാഴ്ച എനിക്കൊരു ക്ലാസ് ഉണ്ട്, ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ക്ലാസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം ഒന്ന് പറയാൻ പറ്റും? സൂമിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്ന്? പ്രിപ്പയർ ചെയ്യാം, നോട്ടിഫിക്കേഷൻ കൊടുക്കാം, ശരിയാണ്. ഓക്കെ, മൊഡ്യൂൾസ് ഉണ്ടാക്കാം, ക്രിയേറ്റ് സൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, നോട്ട് പോയിൻ്റ് ഒക്കെ എടുക്കാം, രജിസ്റ്റർ സൂം പ്രിപ്പറേഷൻ നോട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യാം, സ്ലൈഡ് ചെയ്യാം, ലിങ്ക് ഉണ്ടാക്കാം. ഓക്കെ, ടൈം ഷെഡ്യൂൾ. ഓക്കെ, യെസ്, നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ എൻ്റെ പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ കോഴ്സിൻ്റെ പ്ലാറ്റ്ഫോമേ ഞാനൊന്ന് കാണിച്ചു തരാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മുടെ കോഴ്സിൽ ഇനി അടുത്ത, ഇപ്പോൾ ഞാൻ പറഞ്ഞു ശനിയാഴ്ച ക്ലാസ്, യെസ്, ശനിയാഴ്ച അല്ലേ, നമ്മുടെ കോഴ്സിൽ ഇനി ശനിയാഴ്ചത്തെ ക്ലാസ് അല്ലേ? ഉം. നമ്മുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ ഓൾറെഡി നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്ന ആൾക്കാർക്ക്
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് ഉണ്ടല്ലോ, ആ ഫെബ്രുവരി 1-ാം തീയതി ഇവിടെ ജോയിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അവർക്ക് ഈ ക്ലാസ്സിലേക്ക് വരാം. അതേപോലെ തന്നെ ആ, ഇനി അടുത്ത ക്ലാസ്സുകൾ എന്നാണ്, അടുത്ത ക്ലാസ് എന്നാണെന്നുള്ളത് ഇവിടുന്ന് അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ആ, അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് എന്നാണ്, അതിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പം ഈ ക്ലാസ് ഇത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഇവിടുന്ന് അടുത്ത ക്ലാസ് ഇങ്ങോട്ട് കയറി വരും. അതായത് നമ്മുടെ അടുത്ത ശനിയാഴ്ചത്തെ ക്ലാസ്. ഈ രീതിയിൽ ഓൾറെഡി ഞാൻ ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്കതിന് സാധ്യമാവുന്നത്. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ് സൂമിൽ ആദ്യമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എനിക്കൊരു ക്ലാസ് ഞായറാഴ്ച എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, സൂം ഓപ്പൺ ചെയ്യാം. ഞാൻ മാക്സിമം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്ത് കാണിച്ചു തരാനാണ് ശ്രമിക്കുന്നത്. സൂം ആയതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും അതിൽ ഒരുപക്ഷെ വന്നെന്നും ഇല്ല. അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഞാൻ നമ്മുടെ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുക്കുന്നുണ്ട്. ഇപ്പോൾ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുത്തു. സൂം എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുത്ത് ഇവിടെ എനിക്ക് ഷെഡ്യൂൾ എന്ന് കാണാം. അപ്പോൾ ഈ ഷെഡ്യൂൾ എടുത്തു. ഷെഡ്യൂൾ വന്നാൽ എനിക്ക് അവിടെ ഈ ക്ലാസ് എനിക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇപ്പോൾ സൂം യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ആ പേരെന്ന് കൊടുക്കാം. എൻ്റെ എന്തിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പം ഞാൻ ലൈവ് എന്താ പറയുക, എൻ്റെ ആ ഒരു ബിസിനസ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഞാനിവിടെ കോഴ്സ് ക്രിയേഷൻ ലൈവ് ക്ലാസ് അത് കൊടുക്കാം. ആദ്യം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട അതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ആ ഒരു എപ്പോഴാണ് ഡേറ്റ് ഇവിടെ കൊടുക്കാം. അപ്പം ഞാൻ ഡേറ്റ് ഇവിടെ 12-ാം തീയതി 12 ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈം ഇവിടെ കൊടുക്കാം. എത്ര മണിയാണ്, 12-ാം തീയതി രാത്രി 7 മണിക്കാണ് ആ ഒരു ക്ലാസ് വരുന്നത്. അപ്പോൾ എൻ്റെ ടൈമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ, അതായത് എല്ലാ ആഴ്ചയും അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും ഒക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ വീക്കിലി ടു ഈ ഒരു ദിവസം മുതൽ ഈ ഒരു ദിവസം വരെ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ഉണ്ട് എന്നാണെങ്കിൽ അതവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ നെവർ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഇൻവൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ മീറ്റിംഗ് ID എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അതായത് ഞാൻ നാളത്തെ ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിങ്ക് ജനറേറ്റ് ചെയ്യും. രണ്ടാമത് പേഴ്സണൽ മീറ്റിംഗ് ID എന്ന് പറയുന്ന ഒരു ID ഉണ്ട്. അത് ഞാൻ സൂമിൻ്റെ മെയിൻ അക്കൗണ്ട് പോയിട്ട് ഒരു പേഴ്സണൽ മീറ്റിംഗ് ID ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സണൽ മീറ്റിംഗ് ID ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, പിന്നെ എനിക്ക് എപ്പോഴൊക്കെ ക്ലാസ് ഉണ്ടോ ആ ക്ലാസ്സുകളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഈ പേഴ്സണൽ മീറ്റിംഗ് IDയിലിട്ടിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്കൊക്കെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒറ്റ ലിങ്ക് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു പേഴ്സണൽ മീറ്റിംഗ് ID PMI ക്രിയേറ്റ് ചെയ്യണം. PMI ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിന് കൊടുത്തിരിക്കണം. നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന മീറ്റിംഗ് PMIയിലായിരിക്കണം വെച്ചിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, അത് ഞാൻ അടുത്ത ദിവസം ഒന്ന് വിശദമായിട്ട് പറയുന്നുണ്ടാവും. ഇപ്പം നമ്മൾ സാധാ ഒരു ലിങ്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല, ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ എടുക്കുന്ന ഇത് മാത്രമാണ്. ഓക്കെ, നമ്മൾ ഇതെടുക്കുന്നു. അത് ആദ്യം നമ്മൾ ഏറ്റവും മുകളിൽ പോകുന്നു, പേര് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ടൈം കൊടുക്കുന്നു. ഇവിടെയൊന്നും നമ്മളൊരു കാര്യവും ചെയ്യുന്നില്ല. നേരെ ഇവിടെ വരുന്നു. ഇത് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും, അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നേരെ താഴെ വരുന്നു. ഇവിടെ പാസ്കോഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് ചില ആൾക്കാർക്ക് സൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോഗിൻ അല്ലെങ്കിൽ അവരോട് ഒരു പാസ്കോഡൊക്കെ പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവും. അപ്പം ഇതേപോലെയുള്ള 14 17 91 എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്കത് ടൈപ്പ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതൊന്നും കയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടേച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു 111 അല്ലേ, അവർക്ക് പെട്ടെന്ന് പാസ്കോഡ് 111 വളരെ എളുപ്പം. അത്
ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടൊരു 3 പൂജ്യം, ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാസ്കോഡൊക്കെ നിങ്ങൾക്ക് അതിന് കൊടുക്കാം. അപ്പം ആ, അതാണ് നിങ്ങൾ ഇതിൽ കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ആ ഒരു 45 75 ഇങ്ങനെയുള്ള ഒരു പാസ്കോഡ് ഉണ്ടല്ലോ, അപ്പോൾ ആളുകൾക്ക് അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മാറ്റി കൊടുക്കണം, 1 2 3. അപ്പോൾ ഈ രീതിയിലൊരു പാസ്കോഡ് നിങ്ങൾ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, വെയിറ്റിംഗ് റൂം ഒന്നും വേണ്ട, ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ആ, ഇനി നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അഡീഷണലി നിങ്ങൾക്ക് അഡ്വാൻസ് സെറ്റിംഗ് എന്തെങ്കിലും നടത്തണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാവുക. ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മീറ്റിംഗ് ഇവിടെ ഷെഡ്യൂൾഡ് ആവുകയാണ്. ഈ ഒരു സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മീറ്റിംഗ് ഇവിടെ ഷെഡ്യൂൾ ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്ത് പേര് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, ടൈം കൊടുത്തു, ഇവിടെ വന്നു ആ പാസ്കോഡ് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, ഇനി അഡീഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു അഡ്വാൻസ് എന്നുള്ള ഭാഗത്ത് വരിക. അഡ്വാൻസിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ആ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാം. വരുന്ന ആളുകൾ വരുന്ന സമയത്ത് തന്നെ അവർക്ക് മ്യൂട്ട് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മ്യൂട്ട് കൊടുക്കാം. ഇനി പാർട്ടിസിപ്പൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, അതാണെങ്കിൽ നിങ്ങൾക്കിത് അലോ ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അഡ്വാൻസ് സെറ്റിങ്സിലാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സൂം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം, അതിൻ്റെ മുന്നേയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് സൂം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് കൊടുക്കാം. റെക്കോർഡ് ഓപ്ഷനിൽ പോയിട്ട് റെക്കോർഡ് എന്ന് കൊടുക്കുക. അതിന് റെക്കോർഡ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നിങ്ങൾക്കത് കൊടുക്കണ്ട. ഇനി പിന്നെ ആളുകൾക്ക് ആ ഒരു സമയത്ത് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റൂ, അത് നിങ്ങൾക്ക് എനേബിൾ ഓഫ് ചെയ്ത് വെക്കാം, പിന്നീട് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്ങും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, നോർമലി ഈ ഓപ്ഷൻ ഇല്ലാതെയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കൊടുത്ത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഈ ഒരു സേവ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ കണ്ടമാനം ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഒരുപാട് മോർ ഓപ്ഷനിൽ പോയാൽ വീണ്ടും ഓപ്ഷനൊക്കെ കാണാം. നമ്മളിതൊന്നും കവർ ചെയ്യില്ല, നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ അഡ്വാൻസ് ലേക്ക് പോകാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് അത്യാവശ്യമില്ല, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ സേവ് കൊടുത്താൽ ആ മീറ്റിംഗ് അവിടെ ഷെഡ്യൂളായി. ഓക്കെ, ഷെഡ്യൂളായി കഴിഞ്ഞാൽ ഇതാണ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടം മുതൽ ഇവിടം വരെയുള്ള കാര്യം നിങ്ങൾക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. ലിങ്ക് ഈ കാണുന്നതാണ്, ജോയിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിൻ്റെ തൊട്ട മുകളിൽ ടൈം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാ ഫെബ്രുവരി 12 2006 ഈ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ടോപ്പിക്കും കാണിക്കുന്നുണ്ട്, നമ്മളവിടെ കൊടുത്ത ആ ടോപ്പിക് ഉണ്ടല്ലോ അതും കാണിക്കുന്നുണ്ട്. മീറ്റിങ്ങിൻ്റെ ഓണർ, അതായത് നമ്മുടെ ആ ഒരു ഐ ഡിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പാസ്കോഡ് അടക്കമാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. മീറ്റിംഗ് ഐ ഡി മാത്രം, സൂം ലിങ്ക് ഇതാണ്. മീറ്റിംഗ് ഐ ഡി എന്ന് പറയുന്ന ഈ രണ്ടും ഐ ഡിയും പാസ്വേഡാണ്. ആ ടോപ്പിക് അടക്കമുള്ള മുഴുവൻ ഭാഗവും ഇതാണ്. ഇപ്പോൾ ലിങ്ക് കോപ്പി ചെയ്യുമ്പോൾ ഇത് ഇത്രയും ഭാഗം എടുക്കുക, കോപ്പി ചെയ്യുക. നമ്മൾ ഇൻവിറ്റേഷൻ കോപ്പി ചെയ്യുന്ന സമയത്ത് മൊത്തം കോപ്പി ചെയ്യാം, നിങ്ങൾക്ക് അല്ലാതെ കോപ്പി ചെയ്യാനാണെങ്കിൽ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കാര്യം ഓക്കെ ആയോ? ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ റെക്കോർഡ് ഓപ്ഷൻ കാണിക്കുമോ? റെക്കോർഡ് ഓപ്ഷൻ നമ്മൾ സൂം ഓപ്പൺ ചെയ്തതിന് ശേഷവും കാണിക്കും. ഇനി റെക്കോർഡ് നമുക്ക് നേരത്തെ ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് അഡ്വാൻസിലുള്ളത്. ഓക്കെ, സൂം നമുക്ക് അതായത് നിങ്ങളുടെ വിൻഡോസിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ, വിൻഡോസിൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒന്നുമില്ല, സൂം നിങ്ങൾക്ക് ഓക്കെ ഒരു മിനിറ്റ്, ക്രോമിൽ ജസ്റ്റ് ഒന്ന് സൂം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. zoom.us ഇതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം ഏതാണ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സൂം സബ്സ്ക്രിപ്ഷൻ, സൂം 2. ഓക്കെ, സൂം നിങ്ങൾക്ക്
രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് പെയ്ഡും ഉണ്ട്, ഫ്രീയും ഉണ്ട്. അപ്പം നിങ്ങളുടെ യൂസേജിനനുസരിച്ച് നിങ്ങൾക്ക് ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് അതിൻ്റെ ഇത് വരുന്നത്. സൂം നിങ്ങൾക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അതായത് 500 രൂപയ്ക്ക് താഴെ 100 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂം ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു മാസം 500 രൂപയ്ക്ക് താഴെയാണ് വരിക. ആ, അതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ഫോണിൽ നിന്ന് എടുക്കണം കേട്ടോ. നിങ്ങളുടെ സിസ്റ്റത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1450 എങ്ങാണ്ടാണ് കാണിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് അല്ലാതെ ഈ 400 എന്ന് അറിയില്ല, മന്ത്ലിയുള്ള നല്ലൊരു പ്ലാൻ ഉണ്ട്. 100 പേർക്ക് 100 പാർട്ടിസിപ്പൻ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എത്ര 3 മണിക്കൂറോ 4 മണിക്കൂറൊക്കെ അതിൽ ക്ലാസ് കൊടുക്കാം. ഫ്രീ വേർഷൻ ഉണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഫ്രീ വേർഷനൊക്കെ ധാരാളമാണ്. ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 40 മിനിറ്റാണെന്ന് തോന്നുന്നു, 40 മിനിറ്റാണ് ആ ഒരു നമുക്ക് ഡ്യൂറേഷൻ കിട്ടുന്നുണ്ടാവുക. അപ്പം അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ക്ലാസ് കട്ടായി പോകും. അപ്പം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ കണ്ടൻറ്റ് പറഞ്ഞ് തീർക്കണം കേട്ടോ. സൂമിൻ്റെ പിന്നെ എന്താ പറയുക, ചാർജസ് ഞാൻ പറഞ്ഞു. ഇപ്പം 400 അറിയില്ല, 500-ൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ബേസിക് പ്ലാൻ ഉണ്ടായിരുന്നു. അത് എടുക്കണമെങ്കിൽ നിങ്ങൾ ഫോണിൽ കൂടെയാണ് എടുക്കേണ്ടത്. ഈ മറ്റേ സിസ്റ്റത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1400 പ്ലാൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ സെയിം ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് സൂം, സെയിം ഇമെയിൽ ഐ ഡിയിലെ സൂം നിങ്ങൾക്ക് ഫോണിലും യൂസ് ചെയ്യാം, സെയിം ഇമെയിൽ ഐ ഡിയിൽ സിസ്റ്റത്തിലും യൂസ് ചെയ്യാം. സൂം നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അപ്പോൾ അതിലെ ബേസിക് പ്ലാൻ നോക്കി എടുത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ 400 പ്ലാനൊക്കെ അതിൽ കിട്ടും. 400 എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. 426 എന്തായാലും 500-ൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. നിങ്ങൾ പൈസ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ വെർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഒരു മീറ്റിംഗ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മൾ ഇപ്പം 12-ാം തീയതി ഒരു മീറ്റിംഗ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ മീറ്റിംഗ് നിങ്ങൾ സൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഓപ്പൺ ചെയ്യണേ, ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, 11-ാം തീയതി ഇപ്പോഴത്തെ ക്ലാസ്സിൻ്റെ ആണ് കാണുന്നത്. ഞാൻ ഇവിടെ ഇതൊന്ന് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത എനിക്ക് 12-ാം തീയതി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്ലാസ് എനിക്ക് ഇവിടെ കാണാം. ഇതാ, ഇത് സൂം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ കാണുന്നത്. ഹോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിലേക്കായിരിക്കും പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള 12-ാം തീയതിയുള്ള ക്ലാസ്. അപ്പോൾ എനിക്ക് ഇനി എന്ത് ചെയ്യാമെന്നറിയാം, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റിങ്ങിനെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുത്താൽ നേരെ ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്തിട്ടുള്ളത് അറിയോ, ആ, ആ, അതായത് 9 മണിയാവുന്ന സമയത്ത് ഞാൻ വന്നു, ഇതേപോലെ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് മീറ്റിംഗ് എടുത്തിട്ട് ഇവിടെ ഇരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോട്ടിലാണ്, ഈ 3 ഡോട്ടിൽ പോവുക, സ്റ്റാർട്ട് മീറ്റിംഗ് എടുക്കുക, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഒരു പക്ഷേ ഇത് കാണുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞു ടെക്നിക്കലായിട്ട് പല എററൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്കിത് കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? ഈ മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് 12-ാം തീയതിയിലാണ് ആദ്യത്തേത്. നമുക്കിനി അടുത്ത വേറൊരു ഡേറ്റിൻ്റെ ഇവിടെ ഉണ്ട്, 21-ാം തീയതി, സോറി 14-ാം തീയതിയുള്ള ഇവിടെ ഉണ്ട്. 12-ൻ്റെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം, ഡേറ്റ് നോക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഈ 3 ഡോട്ടിൽ പോയാലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു എന്ന് നോക്കി, ആ ഒരു ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കി. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ? ഇത്രയും ഓക്കെ ആയില്ലേ?
യെസ്, 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 യെസ്. ഓക്കെ. ഇപ്പം നമ്മൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു. ഇനി നമ്മൾ ഓപ്പൺ നമ്മൾ ഇനി ഓപ്പണിലേക്കാണ് കടക്കുന്നത്. അതായത് ആ ഒരു സൂം മീറ്റിംഗ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോട്ടോന് പകരം നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയാണോ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെയാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. ഇതേപോലെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവുക. ഇതേപോലെ സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഓക്കെ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഓഡിയോ എന്ന് കാണിക്കുന്നുണ്ടാവും, ഇവിടെ വീഡിയോ എന്ന് കാണിക്കുന്നുണ്ടാവും. ഈ ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു ക്യാമറ ഏതാണോ അത് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ ഒരു ഒരു മിനിറ്റ്. ഓഡിയോൻ്റെ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ടാവും, വീഡിയോൻ്റെ വേറൊരു ഭാഗത്തും കാണിക്കുന്നുണ്ടാവും. ഇത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവണ്ട. ഇവിടെ ഓഡിയോ ഈ ഇത്രയും ഭാഗം ഓഡിയോൻ്റെ ആണ്, ഇത്രയും ഭാഗം വീഡിയോൻ്റെ ആണ്, നടുക്ക് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. സോ ഇത് ഞാൻ പറയാൻ ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തെ കുറേ ആൾക്കാർ ഓൾറെഡി നമ്മൾ ആ ലിങ്കൊക്കെ കൊടുത്തു, കുറേ ആൾക്കാരൊക്കെ ഓൾറെഡി ജോയിൻ ആവാൻ വേണ്ടി നമ്മളൊക്കെ പറഞ്ഞെല്ലാം സെറ്റായി നിന്ന് നമ്മൾ പെട്ടെന്ന് ഈ ഫസ്റ്റ് ക്ലാസ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് പാളും. അപ്പോൾ ആ പാളുന്ന സമയത്ത് എന്താ പറയുക, നിങ്ങൾ ഇതൊക്കെ കണ്ടങ്ങ് ബേജാറായി പോവും. ഞാൻ ഏതാ എടുക്കേണ്ടി, ഏത് ഓപ്ഷനാണ് തൊടേണ്ടി, ഏതാണ് ഇത്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആ, ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ സൂമിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതിൻ്റെ മുമ്പ് ആ, നന്നായിട്ട് എഴുതുമായിരുന്നു. കോറയിലൊക്കെ നന്നായിട്ട് എഴുതി ഓരോ കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയിരുന്ന സമയത്ത് എനിക്ക് കുറേ എൻക്വയറി വരും. ഓരോ ആൾക്കാർ ആ ഒരു പ്രോബ്ലം ഉണ്ട്, ഇതൊരു പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കലൊരു സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ, വടകരയുള്ള. അപ്പോൾ ആളിന് ഭയങ്കരമായിട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഞാൻ ആ, കുറേ പ്രാവശ്യം 1-to-1 കൊടുത്ത് അത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നിർബന്ധിച്ച സമയത്ത് ഞാൻ അതിനെ ഒരു കോഴ്സാക്കി മാറ്റാനോ അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അവരങ്ങനെ ഒരു സെഷൻ പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ സൂമിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അവരൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ്, ഞങ്ങൾ റെഡിയാണ്, ഇതെന്താ തുടങ്ങാത്തതെന്ന് ചോദിച്ചു. എനിക്കിത് ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുക. അതാ എനിക്കിത് തുടങ്ങാൻ വേണ്ടി പറ്റാതെ. വാട്സപ്പിൽ ഇവരിങ്ങനെ മെസ്സേജ്, ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, ഇതെന്താ തുടങ്ങാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട സമയത്ത് ഞാനങ്ങ് പാളിപ്പോയി. അപ്പം അതേ അനുഭവം നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓർമ്മിപ്പിച്ച്. ഇതേപോലെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ, നിങ്ങളുടെ ഓഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടാവുക. അപ്പം ഇത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ നേരെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാം. അത് ഇതിലുണ്ടോ, സ്റ്റാർട്ട് എന്ന് കാണാം. അവിടെ നിങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. സ്റ്റാർട്ട് എന്നാണ് നിങ്ങൾ നേരെ കാണുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഇതാ ഈ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ, നീല ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഓഡിയോ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഓഡിയോൻ്റെ മേലെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. മൗസ് കൊണ്ടുപോവുക, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ഓൺ ആവും. താഴെ നിങ്ങൾക്ക് ഞാൻ ഒരു ഓപ്ഷൻ കൂടി കാണിച്ചു തന്നിട്ടുണ്ട്, കസ്റ്റം ഓഡിയോ. ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താലാണ്
ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താലാണ് ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൺ ആവുന്നുണ്ടാവുക. ഓക്കെ, ഇത് ഞാൻ ഇതിലെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ കോളത്തിൽ നിങ്ങൾ ഏത് മൈക്കാണോ നിങ്ങളുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ കൊടുക്കാനുണ്ടാവും. ഓക്കെ, നിങ്ങളെ ഒന്നും നിങ്ങളെ ഒരു മൈക്കും നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓൾറെഡി ഉള്ള മൈക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡും ആയിരിക്കും. ഓക്കെ, ഓൾറെഡി എനിക്കൊരു മൈക്ക് ഉള്ളതുകൊണ്ട് ഈ കാണുന്ന മൈക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ എനിക്ക് വേറെ മൈക്കുണ്ട്, ലോഗിടെക്കിൻ്റെ മൈക്കുണ്ട്, അതിലേക്ക് എനിക്ക് മാറാം. ഇനി മാക്ബുക്കിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ മൈക്ക് തന്നെ ഉണ്ട്, അതിലേക്ക് മാറണമെങ്കിൽ അതിലേക്ക് മാറാം. അതുകൊണ്ടാണ് ഇത്രയും ഓപ്ഷൻ കാണിച്ചത്. ഓക്കെ, ഇതാണ് മൈക്കിൻ്റെ കാര്യത്തിലുണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പീക്കർ. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആരെങ്കിലും പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് കേൾക്കണമല്ലോ. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ പറയുന്നത് അങ്ങോട്ട് കൊടുത്താണ്. അപ്പോൾ ആ സ്പീക്കറാണ്. സ്പീക്കർ എനിക്ക് ഇതിൻ്റെ മാത്രമേ ഉള്ളൂ, സിസ്റ്റത്തിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൂടെയാണ് ഞാൻ കേൾക്കുന്നത്. ഞാനൊരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ആ സ്പീക്കർ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കേൾക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. നോയിസ് റിമൂവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തു വെക്കാം എന്ന് പറയുന്നത് എന്തെങ്കിലും അഡീഷണൽ ശബ്ദം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതായത് ഇപ്പം നിങ്ങൾ ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ, ആ ശബ്ദം എന്താണ് നോയ്സ് റിമൂവ് ചെയ്യും. ആ, നമ്മുടെ സൂമിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാ. ഒരുവിധം നോയ്സൊക്കെ അത് തന്നെ അങ്ങ് ഒഴിവാക്കി കൊടുക്കും. അപ്പം നോയ്സ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അരോചകമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യമാണ് ഇതിൽ ചെയ്യാനുള്ളത്. അതായത് ഞാൻ അഡീഷണൽ ആയിട്ടൊരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് മൈക്ക് സെലക്ട് ചെയ്യാനുണ്ടാവുക. ഇവിടെ ഒന്ന് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കുമല്ലോ. നിങ്ങൾ ഇത് ഓൺ ചെയ്യുമ്പം തന്നെ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ മൈക്ക് ഇവിടെ വെറുതെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുമ്പം തന്നെ ഈ സംഭവമൊക്കെ ഇവിടെ ഓണിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് മാറ്റി വേറെ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ മാത്രമേ ഇങ്ങനെ ഏതാണ് ഓപ്ഷൻ അത് കൊടുത്താൽ മതി. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു നോയ്സ് റിമൂവൽ ഇല്ലെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡിഫോൾട്ട് അല്ലെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതാണ് നിങ്ങൾ ഓഡിയോയിൽ ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഓഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയോ? അഡ്വാൻസ്ഡ് ആണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഓഡിയോ ഓൺ ആക്കിയ ക്ലാസ് കയറാം, വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ആ നോയ്സ് റിമൂവൽ ചെക്ക് ചെയ്യുന്നു, വേറെ മൈക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുന്നു. ഓക്കെ, യെസ് 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 യെസ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താം. ഓക്കെ, വീഡിയോയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇത് വീഡിയോൻ്റെ ഓപ്ഷനാണ്. വീഡിയോൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അതായത് നിങ്ങൾ ഈ ഈ വീഡിയോ നിങ്ങൾ ഓൺ ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് കാണുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഉള്ളിൽ കയറിയാലും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ സെയിം ഓഡിയോ വീഡിയോ ഓപ്ഷനാണിത്. അത് നിങ്ങൾ അവിടുന്ന് എടുത്താലും ഇവിടുന്ന് എടുത്താലും ഒരേ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് കാണുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ മൈക്ക് ചൂസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഓഡിയോയിൽ നിങ്ങൾക്ക് മൈക്ക് ചൂസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. സോറി, മൈക്കല്ല, വീഡിയോ, ക്യാമറ. എനിക്ക് ലോഗിൻ്റെ ക്യാമറ ഉണ്ട്, ഇനി OBSൻ്റെ ക്യാമറ ഉണ്ട്, അതേപോലെ തന്നെ ഈ മാക് ബുക്കിൻ്റെ ക്യാമറ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 3 ക്യാമറ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാമറ ഏതാണോ അത് ഓൾറെഡി കണക്റ്റഡ് ആയിരിക്കും. അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ വന്നാൽ മതി. രണ്ടാമത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. പിന്നെ ഔട്ട് ഓഫ് ഫ്രെയിം ഉണ്ട്. ഔട്ട് ഓഫ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ, കുറച്ച് ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് തന്നെ അതായത് സൂം തന്നെ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ആ ഒരു നിങ്ങളുടെ ക്യാമറ സൂം തന്നെ ക്ലിയർ ചെയ്ത് വെക്കുന്നതാണ് ആ ഒരു ഓട്ടോ ഫ്രെയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പോലെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി നിങ്ങളുടെ വീഡിയോസിന് ഫിൽറ്ററൊക്കെ ചെയ്യാം, ഏതെങ്കിലും അവതാർസ് വെക്കാം. ഇങ്ങനെയുള്ള വീഡിയോൻ്റെ സെറ്റിങ്സാണ് ഈ ഒരു പാർട്ടിൽ, വീഡിയോ എന്നുള്ള പാർട്ടിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? ഓഡിയോ വീഡിയോ. അപ്പം അതായത് നോർമലി നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനുണ്ടാവില്ല, രണ്ടും നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള
ആ ഒരു ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ജസ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ആക്കാൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ സൂം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ വീഡിയോ എന്ന് കാണാമല്ലോ. നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ സൂം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിപ്പം ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എന്ന് കാണുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാൻ സൂമിൽ അത് ഡയറക്റ്റ് എനിക്ക് കാണിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഇല്ല. ഓക്കെ, നിങ്ങൾ ഇപ്പം എൻ്റെ സൂമിൻ്റെ ക്യാമറ നിങ്ങൾ കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ നിങ്ങൾ സ്ക്രീന് ഇല്ലല്ലേ. നമുക്ക് സൂം ആയതുകൊണ്ട് എനിക്കിത് എന്താ പറയുക. ഓക്കെ, ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ആൻഡ് എഡിറ്റ് സെറ്റിങ്സ് എന്നുള്ള കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം ഹൗ ടു ക്രിയേറ്റ് ഒരു ഡിജിറ്റൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഞാൻ പറയാം ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് വേണം. ഓക്കെ, ക്ലാസ്സിൻ റെക്കോർഡ് പ്ലാറ്റ്ഫോമിൽ ഇടാം. തീർച്ചയായിട്ടും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. ഓക്കെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആൻഡ് എഫക്റ്റ് സെറ്റിങ്സ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എൻ്റെ സ്ക്രീനിൽ? മനസ്സിലായില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഇല്ല, ഇല്ല. ഓക്കെ, അത് ഞാൻ ഈ സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ആയതുകൊണ്ടാണ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ സ്ക്രീൻഷോട്ട് വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ ലൈവായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക്. ഓക്കെ. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ ഞാൻ എൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആരാ പറയാ. അതായത് എൻ്റെ ഒരു ചെറിയ കുഞ്ഞു ഫോട്ടോ, അതിൻ്റെ താഴെ ഒരു വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ലോഗിടെക് ബ്രിയോ എന്ന് കാണിക്കുന്നുണ്ട്. എച്ച് ഡി എന്ന് കാണിക്കുന്നുണ്ട്. ഒറിജിനൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു മാനുവൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഒരു ചെറിയ വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലേക്ക് വരാം. നോ, നോ, നോ. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്, യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. അതിൻ്റെ മുമ്പേ നമ്മൾ ഈ സൂം ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഈ കാണുന്ന സ്റ്റാർട്ട്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോഡലായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവുക. ഒരു മിനിറ്റ്, ഞാനൊന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നിങ്ങളുടെ ആ ഒരു ഓഡിയോ, നിങ്ങൾ ആ ഒരു വീഡിയോ, ഇവിടെ പാർട്ടിസിപ്പേറ്റിൻ്റെ എണ്ണം കാണിക്കും, എത്ര പേരാണ് അവിടെ ഉള്ളത്. ഇവിടെ ചാറ്റിൻ്റെ എണ്ണം, ചാറ്റ് എന്ന് കാണിക്കും. ഇവിടെ റിയാക്ഷൻ, ഇവിടെ ഷെയർ, ഇത് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻ, മോർ ഓപ്ഷൻ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് കാണിക്കുന്നുണ്ടാവുക.
അതായത് സൂം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മുകളിലോ അങ്ങനത്തെ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. താഴെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ് ബാർ ഉണ്ടാവുക. ഈ ഓപ്ഷൻസ് നിങ്ങൾ താഴെയാണ് നോക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവുക. ഓക്കെ, സൂം ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ സ്റ്റുഡൻസ് നിങ്ങൾ അവിടെ റെഡിയായി ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇരിക്കുന്ന ആ കാണുന്ന സമയത്ത് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ അവരെ ഒന്നും നോക്കാനും നിൽക്കേണ്ട. നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ താഴ്ഭാഗത്താണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ഒരു പക്ഷേ മേലെയും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇതേ ഓപ്ഷൻ, സെയിം ഓപ്ഷൻ തന്നെ ഇതേപോലെ മുകളിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഒന്നുകിൽ താഴെ ആയിരിക്കും. ഇപ്പോൾ എൻ്റെതിലൊക്കെ താഴെയാണ് കാണിക്കുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യം ഇതേപോലെ മുകളിലേക്കായിരിക്കാം കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഓപ്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. സൂം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓപ്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, യെസ്, യെസ്. ഓക്കെ, ഇനി ഈ ഓപ്ഷനിൽ നമ്മൾ രണ്ടാളുടെ ചിഹ്നം പറഞ്ഞില്ല. ആദ്യം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, ഇവിടെയാണ് പിന്നീട് നിങ്ങൾ വരേണ്ടത്. ഓക്കെ, ഈ ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് നിങ്ങൾ വരേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഓപ്ഷനാണ് നോക്കേണ്ടത്. ഈ ഓപ്ഷൻ നോക്കാനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ ഓപ്ഷൻ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഈ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരിക. അങ്ങനെ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മ്യൂട്ട് ഓൾ എന്ന് കാണാം. എല്ലാവരുടെ ശബ്ദവും മ്യൂട്ട് ചെയ്യാൻ മ്യൂട്ട് ഓൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ കാണിക്കും. അതായത് മ്യൂട്ട് ഓൾ കറൻറ്റ് ആൻഡ് ന്യൂ പാർട്ടിസിപ്പൻറ്റ്. ഇനി വരുന്ന ആൾക്കാരും ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാരെയും മ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം ടിക്കഡ് ആയിരിക്കും. ഈ ടിക്ക് അങ്ങ് ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷമാണ് നിങ്ങൾ മ്യൂട്ട് ഓൾ കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വരുന്ന ആൾക്കാർക്ക് അവരുടെ ശബ്ദം വേറെ ആരും കേൾക്കില്ല. അപ്പോൾ ഓൾറെഡി അൺമ്യൂട്ടഡ് ആയിട്ടായിരിക്കും ആൾക്കാർ വരുന്നുണ്ടാവുക. അപ്പോൾ അവരിങ്ങനെ അവരെ വീട്ടിൽ നിന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ കേൾക്കും. അവർ പറയുന്നുണ്ടാവും, ഇവർ ആകെ ബഹളം അങ്ങാവും. അപ്പം മൊത്തം ബഹളമാവുന്ന സമയത്ത് നിങ്ങളിത് ഓപ്പൺ ചെയ്ത് കുറേ ആൾക്കാരെയും കാണുന്നു, ആൾക്കാരുടെ ബഹളവും കേൾക്കുന്നു. പിന്നെ നിങ്ങൾക്കൊന്നും തിരിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു മ്യൂട്ട് അങ്ങ് ഓൺ ചെയ്യുക. ഈ ബ്ലൂടിക്ക് മാറ്റുക. അതിന് ശേഷം മ്യൂട്ട് ഓൾ കൊടുത്താൽ എല്ലാവരും സൈലൻ്റായി. ഇപ്പം നിങ്ങൾ മാത്രമാണ് സംസാരിക്കാനുള്ളത്. നിങ്ങളെ കേൾക്കാൻ വേണ്ടി അവർ തയ്യാറായി റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം സൂം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയോ മുകളിലോ ഈ കാണുന്ന പോലെയുള്ള ഓപ്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് പാർട്ടിസിപ്പൻ്റ് ആണ് ആദ്യം എടുക്കേണ്ടത്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ മ്യൂട്ട് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. മ്യൂട്ടഡ് ആണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ. ഓൾറെഡി മ്യൂട്ട് അല്ല എന്നാണെങ്കിൽ മ്യൂട്ട് ഓൾ കൊടുക്കുക. ഓൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു വിൻഡോ കാണിക്കും. ഈ വിൻഡോയിലെ ഈ ടിക്ക് ഒഴിവാക്കണം. ബ്ലൂ ടിക്ക് ഒഴിവാക്കിയതിന് ശേഷമാണ് മ്യൂട്ട് ഓൾ കൊടുക്കേണ്ടത്. അപ്പോഴാണ് എല്ലാവരും മ്യൂട്ട് ആവുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയോ? ഓക്കെ ആണോ? യെസ്, 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 യെസ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. സോ ഇപ്പം നമ്മൾ അൺമ്യൂട്ട് ചെയ്ത് നമ്മളെ മൈക്ക് എല്ലാ ആൾക്കാരെയും അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ ആൾക്കാർ ബഹളവും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം നമ്മളും അവരും മാത്രമാണുള്ളത്. ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, ഒരു മിനിറ്റ് ഞാൻ ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റും.
ആ, നിങ്ങൾക്ക് വീഡിയോൻ്റെ ഒരു ഭാഗം കാണാം. നിങ്ങൾ സൂം സൂമിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഒരു ഓപ്ഷൻ കാണാം. വീഡിയോൻ്റെ ഐക്കൺ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഐക്കൺ ഞാൻ സ്ക്രീൻ ഷെയർ. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ഐക്കൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. ഈ കാണുന്ന പോലെ ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ്. ഈ കാണുന്ന പോലെ ഒരു ഐക്കൺ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ കാര്യമുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ഒരു മിനിറ്റ്, ഞാൻ പേന എടുക്കട്ടെ. ഇത് നിങ്ങളെ ആ ഒരു വീഡിയോൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പിയറൻസ് നിങ്ങൾക്ക് മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവതാർസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെയുള്ള ഓപ്ഷനാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താഴോട്ടാക്കി കഴിഞ്ഞാലാണ് ഈ എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ പറ്റുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന കാര്യമുണ്ടല്ലോ, അതിനെനിക്ക് മാറ്റിയിട്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ പറ്റും. അതിന് നിങ്ങൾ വരേണ്ട സ്ഥലം വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങളുടെ സൂമിൽ വീഡിയോൻ്റെ അവിടെ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണും. വീഡിയോൻ്റെ എടുത്താണ്, ഒരു മിനിറ്റ്. വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അതേപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിർച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാൻ അതിൻ്റെ മുന്നേ കാണിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ടേ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. നിങ്ങളിവിടെ കാണുന്ന നിങ്ങളുടെ വീഡിയോൻ്റെ ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഇവിടെ പോയാലാണ് നിങ്ങൾക്കത് ഓപ്ഷൻ കാണുന്നുണ്ടാവുക. അതായത് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഞെക്കുന്ന സമയത്ത് വീഡിയോ ഓണാവും, ഇവിടെ ഈ ടിക്ക് ഒഴിവാക്കുന്ന സമയത്ത് ഓഫാവും. ഇങ്ങനെയാണ് സംഭവിക്കുക. ആ, ഇത് ഇതുണ്ടെങ്കിൽ ഓഫാണ്, ഇതില്ലെങ്കിൽ ഓണാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ വിർച്വൽ ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ പോകേണ്ടത്. ഇനി അത് നിങ്ങൾക്ക് വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം. വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഞാനിത് സൂമിൻ്റെ ഡയറക്റ്റ് ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത്.
എനിക്ക് ഇപ്പോഴത്തെ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ പഴയ എടുത്തൊരു സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, ഇതിൽ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അഡീഷണലി നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള ഫോട്ടോസ് വീഡിയോസിനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ വിർച്വൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരിക. അപ്പോൾ ഓൾറെഡി ഇതിലുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ്. അഡീഷണലി നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്ലസ് ബട്ടണിലാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ആഡ് ഇമേജ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. ആഡ് ഇമേജ് അല്ലെങ്കിൽ ആഡ് വീഡിയോ എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ആ ഒരു ഫോട്ടോ ഉള്ളത് അതിനെയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഇമേജായിട്ട് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാനുണ്ടാവുക. ബാക്ക്ഗ്രൗണ്ടിനെയാണ്, അതായത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത ഇമേജ് നിങ്ങൾക്ക് ഡിറ്റോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കണം. ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 200 രൂപ 250 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു ആ, ആ, പച്ച തുണിയാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇതേപോലെ കയറോ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. എൻ്റെ ബാക്കിലൊരു ഗ്രീൻ സ്ക്രീനാണുള്ളത്. അപ്പം ഞാനിത് ഒഴിവാക്കി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒഴിവാക്കണ്ടില്ലേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീനാണ് ഉള്ളത്. എൻ്റെ വാളിൻ്റെ മുകളിൽ നെറ്റ്, അത് തുണിയാണ്, ഈ കാണുന്ന തുണിയാണ്. ഓക്കെ. ഞാൻ ഇതേപോലെ എനിക്ക് വേറൊരു സ്ക്രീനുണ്ട്. ആ, അത് വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. ആ, എനിക്ക് ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക, ഒരു ഒരു പ്രത്യേകതരം ഫോട്ടോസോ ഇങ്ങനെയുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിതാ ഇപ്പോൾ ഇത് വെച്ചു, ഇത് വെച്ചു, ഇത് വെച്ചു. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ എന്താണ്, എനിക്ക് ഗ്രീൻ സ്ക്രീൻ ആവശ്യമാണ്. ഓക്കെ, ഇതിന് നമ്മൾ ഗ്രീൻ സ്ക്രീൻ എന്നാണ് പറയുക. തൊട്ട ബാക്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പച്ചത്തുണി. ഗ്രീൻ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് ഒബ്സർവ് ചെയ്യുന്നത്, ഗ്രീൻ സ്ക്രീനിലേക്ക് ലൈറ്റ് ഒബ്സർവ് ചെയ്യുന്നത് ആ, ഒരേപോലെയാണ്. മാക്സിമം ഒരേപോലെ തന്നെ ലൈറ്റിനത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമകളൊക്കെ കാണുന്നില്ലേ, അപ്പോൾ ഈ സിനിമയിലൊക്കെ ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ടാണ് പല രംഗങ്ങളും ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഗ്രീൻ സ്ക്രീന് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് പകരം വേറെ അവർ ആ ഒരു സ്ക്രീൻ എന്താണോ അതിനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ, അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിലുള്ള നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഒരു സൂം ലിങ്ക് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ മറ്റുള്ള ആരുടെയെങ്കിലും സുഹൃത്തിൻ്റെയൊക്കെ ഡിവൈസ് ഉണ്ട് ഒരു ഫോണിലേക്കോ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ക്ലാസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഓഡിയോ സെറ്റാണെന്ന് നോക്കുക, വീഡിയോ സെറ്റാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു കണ്ടൻറ്റ് ക്ലാസ് ആയിട്ട് പറയാം. ഓക്കെ. ഇത് നിങ്ങളൊരു പ്രാക്ടീസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഉണ്ട് കേട്ടോ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഒത്തിരി ലേറ്റായി, നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണെങ്കിൽ ഇവിടെ ചാറ്റിൽ അതൊന്ന് ഇടാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ അത്രയും കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ചാറ്റിലേക്ക് ഇടാം കേട്ടോ. അല്ലാത്തത് ഞാൻ നേരത്തെ തന്നിട്ടുള്ള അതേ ലിങ്ക് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒന്ന് ഓടിച്ച് വായിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. ഓൾറെഡി ഇതിൽ അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും, ആ, ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ബുധനാഴ്ചയാണ് ചെയ്യുന്നുണ്ടാവുക. എല്ലാ ടൂൾസും കവർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ ടൂൾസും ഇതേപോലെ തന്നെ അതിലെന്തൊക്കെ ഓപ്ഷൻസ് ആണോ വേണ്ടത് അതേ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യും. ക്വസ്റ്റ്യൻസിൻ്റെ
ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് ചാറ്റിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും റെക്കോർഡ് ഉണ്ടാവും. ആ റെക്കോർഡ് ഞാൻ നമ്മുടെ കോഴ്സിൽ തന്നെ ലൈവ് ക്ലാസ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് ഞാൻ ഒന്നെടുത്ത് കാണിക്കാം. ഓക്കെ. ഇപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ റെക്കോർഡ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ. ഇതിൽ നിങ്ങൾ കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലൈവ് റെക്കോർഡ്സിൻ്റെ ഭാഗമുണ്ട്. കോഴ്സിൽ CRM അല്ല, CRMൻ്റെ CRM എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ക്ലാസ്സുകൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ അത് ഇട്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ കാണുന്ന ലൈവ് ട്രെയിനിങ്. അപ്പോൾ ഇതിലാണ് ആ ക്ലാസ് കഴിഞ്ഞു പോയ ലൈവ് ട്രെയിനിങ്ങും ഇപ്പോൾ ഉള്ള ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ ഇതിലായിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ഒന്ന് ചാറ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോമിൽ ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വായിക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ LMS പ്ലാറ്റ്ഫോം പെയ്ഡാണോ? LMS പ്ലാറ്റ്ഫോം ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമുകളും പെയ്ഡാണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രൈസ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേവനങ്ങളോട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഞാനൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ഓക്കെ. എൻ്റെ അതേ പ്ലാറ്റ്ഫോമിലെ എല്ലാ സിസ്റ്റവും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ടാഗ് മാംഗോ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരു വർഷത്തേക്ക് 1,00,000 രൂപ കൊടുക്കുകയും വേണം, പ്ലസ് 25,000 രൂപ പെർ മന്തും കൊടുക്കണം. അപ്പോഴാണ് എൻ്റെ പ്ലാറ്റ്ഫോം, ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ എനേബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത്രയും എന്താ പറയുക, പൈസ കുറവും നമുക്ക് നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഞാനൊക്കെ യൂസ് ചെയ്യുന്ന LMS പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ. 4,999 സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്ലാറ്റ്ഫോം ചേഞ്ച് എന്തെങ്കിലും പിടിക്കുമോ? ഒരു കോഴ്സിൻ്റെ ഒരു സെയിൽസ് നടന്നാൽ ആ എമൗണ്ട് ഫുള്ള് കിട്ടുമോ? അത് പ്ലാറ്റ്ഫോം ചാർജ് ഈടാക്കുമോ? ഓക്കെ. ഈ 4,999 പ്ലാന് നിങ്ങൾ എടുക്കുന്നതിലും നല്ലത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ എടുക്കുന്നതാണ്. ഒരു വർഷത്തേക്കുള്ള പ്ലാന് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3,000 സംതിങ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് അതിലും കുറവുള്ളൊരു സാധനം നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല കേട്ടോ. ഏറ്റവും ബെസ്റ്റ് പ്ലാനാണ്. 3,000 സംതിങ് ആണ് അതിന് വരുന്നത്. ആ പ്ലാന് 1 ഇയറിലേക്ക് വരിക. അതെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ അഡീഷണലി നിങ്ങൾക്ക് വേറെ ഒരു ചാർജും വരുന്നില്ല. പിന്നെ ഒരു ചാർജ് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേ. ഞാൻ നേരത്തെ പറഞ്ഞു, റേസർ പേ പോലുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കമ്മീഷൻ അത് പോകും കേട്ടോ. അത് ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയാലും നിങ്ങളിപ്പോൾ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 2% കമ്മീഷൻ അവർക്ക് പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേയിലൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്
ഈ ഈ കമ്മീഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയൊക്കെ അക്കൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ആ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമേഷൻ നടക്കും കേട്ടോ. അതായത് ഇപ്പം ഞാൻ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്തുകൊണ്ടാണ് ഒരാൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിലൊക്കെ മെസ്സേജ് പോകുന്നത്. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉം, ഓക്കേ. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പം ഈ ഒരാൾ ഈ ആം, ആ, 10:42 ഇപ്പോൾ സമയം എത്രയായി? 10:53 10:42 ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ആൾ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് ആളിന് കോഴ്സിൻ്റെ ആക്സസും വാട്സപ്പ് മെസ്സേജൊക്കെ ഓട്ടോമാറ്റിക്കലി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റിയത്. നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്തതിന് നന്ദി. നിങ്ങൾ കോഴ്സ് എടുത്ത് കാണാൻ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് കാണേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ഇതിലാണുള്ളത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ അത് അങ്ങ് പോയിക്കോളും. പിന്നെ ഞാൻ എന്താ പറയുക, അതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോമേഷനൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആവശ്യമാണ്. അല്ലാത്തത് ഞാൻ അവരോട് എൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്കിൽ ക്രെഡിറ്റ് ആയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവരുടെ പേരും അവരുടെ നമ്പറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഓൺ ചെയ്ത് വെക്കും. അത് കോഴ്സിൻ്റെ ആക്സസ് കൊടുക്കും. അതായത് ഇൻവോയ്സ് അവർ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള ഇൻവോയ്സ് ഞാൻ ചെയ്യുന്ന സമയത്താണ് ആ, ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമേഷൻ കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമേഷൻ പോകുന്നത്. അതായത് നമ്മൾ മാനുവലായിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഓട്ടോമേഷനൊക്കെ പോവുക. പക്ഷേ എനിക്കെന്താണ്, പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകും. ഓക്കെ. അപ്പോൾ അതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്താലുള്ള ഗുണം. ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ കയ്യിൽ അല്ലാതെ വാങ്ങിക്കാനാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. രണ്ട് വാട്സപ്പ് ഓട്ടോമേഷൻ അവൈലബിൾ ആണോ ഇതിൽ തന്നെ? വാട്സപ്പ് ഓട്ടോമേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബൾക്ക് മെസ്സേജുകൾ അയക്കാം. ഇതേപോലെയുള്ള ഓട്ടോമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. സാധാരണ നിങ്ങൾ അഡീഷണലി ഈ ടാഗ് മാംഗോയിലൊക്കെ ആണെങ്കിൽ 5,000 കൊടുത്തിട്ടൊരു ഇതൊക്കെ കൊടുത്ത് 1,00,000 5,000 ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത്തരത്തിൽ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണലി വേറെ ടൂളുകളും പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, പല ടൂളുകളും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഒരു ടൂൾ ഒരു സ്ഥലത്തുനിന്ന് യൂസ് ചെയ്താൽ മതി. ഈ കാര്യം ടാഗ് മാംഗോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഈ ചെയ്യുന്ന ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് മന്ത്ലി എനിക്ക് 5,000-ന് വാട്ടിയെടുക്കണം. പിന്നെ ഒരു 2,000-ന് പാബ്ലി എന്ന് പറയുന്നൊരു ടൂള് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി എടുക്കണം. അതായത് 12,000 രൂപ ചിലവാക്കുമ്പോഴാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഓട്ടോമേഷൻ എനിക്ക് പോകുന്നുണ്ടാവുക. ഇവിടെ എനിക്ക് അതൊന്നും ഇല്ലാതെ എന്താ പറയുക, ഒരു 3,000 സംതിങ് ഒരു മാസം ചിലവാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ